Thank you, Sheila madam, for Okay, proceed. hosting the English section. Now we can start. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ IFPHന്റെ മലയാളം വെബിനാർ ഇന്ന് IFPHന്റെ വെബിനാർ തുടങ്ങിയിട്ട് 1993 ദിവസമാണ്. അപ്പൊ ഇന്ന് ക്ലാസ് എടുക്കുന്നത് എൻ്റെ പ്രിയങ്കരിയായ സീനിയർ ഡോക്ടർ രശ്മിയാണ്. മാഡത്തിനെ ക്ഷണിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു നിമിഷം ദൈവത്തിനെ ധ്യാനിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ രശ്മി MS. ചേച്ചി ഇതുപോലെ ട്രിവാൻഡ്രം കോളേജിൽ നമ്മുടെ ഹോമിയോപ്പതി മെറ്റീരിയൽ മെഡിക്കൽ PG കഴിഞ്ഞ ആളാണ്. ചേച്ചിയുടെ ജൂനിയർ ആയിരുന്നു ഞാൻ. അപ്പൊ ചേച്ചി ഇന്ന് നമുക്ക് നമ്മുടെ കൊച്ചി സൗത്ത് പറവൂരിൽ തീർത്ഥ ഹോമിയോപ്പതി ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ആണ് ചേച്ചി. ഇപ്പോൾ 10 വർഷത്തോളമായിട്ടുള്ള എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എങ്ങനെ മരുന്ന് കണ്ടുപിടിക്കാം എന്ന വിഷയത്തിലാണ് ചേച്ചി ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ചേച്ചിയെ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പേരിൽ ക്ഷണിക്കുകയാണ്. ചേച്ചി. ഹലോ ഹലോ അഞ്ജിത, കേൾക്കാമോ ഞാൻ പറയുന്നേ? കേൾക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഇപ്പൊ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷന്റെ ടോപ്പിക്ക് ലുക്ക് ആൻഡ് പിക്ക് ദ റെമഡി എന്നാണ് ഇട്ടിരിക്കുന്നത്. ആ ടോപ്പിക് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് വ്യക്തമാക്കാം. നമ്മൾ എല്ലാ കേസും ചിലപ്പോൾ ഒരേ രീതിയിലായിട്ടില്ല അപ്രോച്ച് ചെയ്യുക. ചില കേസുകൾ നമ്മൾ ഫുള്ള് കേസ് എടുത്തിട്ട് അപ്രോച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സ്പെസിഫിക് റെമഡി എന്ന രീതിയിൽ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ ചില കേസുകൾക്ക് പേഷ്യന്റിന്റെ ചില ജസ്റ്റേഴ്സോ അവർ വരുന്ന രീതിയോ അല്ലെങ്കിൽ അവർ പറയുന്ന ഒന്നോ രണ്ടോ സെന്റൻസോ എന്തെങ്കിലും ചില ചില ഒരു വാക്കുകൾ മതി ചിലപ്പോൾ ചില ഒരു കേസിന്റെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രിസ്ക്രിപ്ഷൻസും കുറച്ച് എക്സ്പീരിയൻസും ആണ് ഇവിടെ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിന്റെ മെജോറിറ്റി പോയിന്റ്സും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ പടിയാർ കോളേജിലാണ് പഠിച്ചതെല്ലാം UG ചെയ്തത്. അപ്പൊ അവിടെ ഞങ്ങളുടെ എൻ്റെ ബഹുമാനപ്പെട്ട ഗുരുനാഥനായ ഓർഗനോണിലെ പ്രൊഫസറായ പ്രകാശ് സാറിന്റെ കൂടെ OPD ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ കുറെ സാറിന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അന്ന് സാറിന്റെ OPDയിൽ ഇരിക്കുമ്പോൾ ഞാൻ സാറിന്റെ ഓരോ ഡേയും ഓരോരോ ഡയറി ആക്കി സാറിന്റെ OPDക്ക് മാത്രം ഞാൻ ഡയറി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു സാറ്. ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷവും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എത്ര സംശയങ്ങൾ ഉണ്ടെങ്കിലും സാറിനെ തന്നെയാണ് വിളിച്ചു ചോദിക്കാറുണ്ടായത് സാർ ഉണ്ടായിരുന്ന സമയം വരെ. അപ്പൊ സാറിനെ കുറിച്ച് എനിക്ക് 2 വാക്ക് പറയാണ്ട് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. സാർ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ കെൻഡ് ഒബ്സർവേഷൻ എടുക്കാൻ ക്ലാസ്സിൽ വന്ന ആ ഒരു ഫസ്റ്റ് ദിവസം കെൻഡ് ഒബ്സർവേഷൻ എടുക്കുന്ന 1 അവർ കംപ്ലീറ്റ് ക്ലാസ്സിൽ നല്ല ചിരിയായിരുന്നു, കംപ്ലീറ്റ് ചിരിയായിരുന്നു. ആ ഒരു 1 അവർ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കെൻഡിന്റെ 12 ഒബ്സർവേഷനും എഴുതി അതിന്റെ ഫോളോ അപ്പും പ്രൊഗ്നോസും എല്ലാം ഞങ്ങൾ നോട്ടിലും ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് സാറിന്റെ ക്ലാസ് എടുക്കുന്ന ഒരു രീതി എന്ന് വെച്ചാല് ഒരുപാട് രസങ്ങളിൽ നർമ്മങ്ങളിൽ ചാലിച്ച് അത് OP ആയാലും എല്ലാം ആയാലും നമുക്ക് എപ്പോഴും മെമ്മറൈസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്രസന്റേഷൻ. ഇപ്പോഴും സാറിന്റെ ഒരു ക്ലാസ് മനസ്സിൽ കൊതിച്ചു പോകുന്ന ഒരു ക്ലാസ്സാണ്. അതുപോലെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത എന്റെ മനസ്സിലുള്ള ഒരു ഗുരുനാഥനാണ് പ്രകാശ് സാറ്. അപ്പൊ സാറിനെ പരിചയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയാൻ പറ്റും. ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു ഗുരുനാഥൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഒരിക്കലും ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ലെജൻഡ് തന്നെയായിരുന്നു സാറ്. അപ്പൊ സാറിന് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സെക്ഷൻ ആരംഭിക്കുകയാണ്. അപ്പൊ ഞാൻ സാറിന്റെ ഒരു 1-2 കേസിൽ നിന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ അവിടെ ഇന്റേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഞാനായിരുന്നു അവിടെ ഇന്റേൺ ഇൻചാർജ്. അപ്പൊ ഒരു ഫീവർ ഓഫ് അൺനോൺ ഒറിജിൻ ഒരു 2 മാസം, ഒരു 30-year-old ഫീമെയിൽ ആണ്. ഒരു 2 മാസമായിട്ട് അവർക്ക് നിൽക്കുന്ന ഫീവർ ആണ്. അവര് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ റെഫർ ചെയ്ത് അവിടെ നിന്ന് ഡിസ്ചാർജ് അവർ തന്നെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പൊ ഇവര് OPയിലേക്ക് വരുന്നത് തന്നെ വീൽ ചെയറിൽ ഇരുത്തി, അത്രമാത്രം ഇവര് വീക്കാണ്, കറ്റക്സിക്കാണ്, വീക്കാണ്. വീൽ ചെയറിലേക്ക് ഇരുത്തിയിട്ടാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പൈറോജനിൽ തന്നെയാണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റെസ്പോണ്ട് കിട്ടാതെ പിന്നെ നമ്മൾ OPയിൽ അഡ്മിറ്റ് ചെയ്യായിരുന്നു ആ കേസ്. പിന്നെ അവരുടെ കേസ് ഹിസ്റ്ററി എടുത്തിട്ട് അവർക്ക് കുറെ പ്രൊലോങ്ഡ് ഗ്രീഫ് ഉണ്ട്, ഭർത്താവ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയുണ്ട്, അങ്ങനെ കുറെ ഒരു മെന്റൽ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നാട്രമൂർ അതിന്റെ ഇടയ്ക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇതുപോലെ അപ്പൊ ഒരു അഡ്മിറ്റ് ചെയ്തിട്ട് 3 ഡേ ആകുന്നു. പിന്നെ 3 ഡേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഒരു കഫും ചെസ്റ്റ് പെയിനും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ IPയിൽ ചെന്നിട്ട് ഇവരെ കംപ്ലീറ്റ് ചെസ്റ്റ് എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അവരുടെ ബ്രസ്റ്റിൽ
നിപ്പിളിന്റെ അടുത്ത് നിപ്പിളിനെ റൈറ്റ് ബ്രസ്റ്റ് ലെഫ്റ്റ് ബ്രസ്റ്റിൽ നിപ്പിളിന്റെ അടുത്ത് നിപ്പിളിനെ പോലെ തന്നെ ഒരു പ്രൊജക്ഷൻ, ഒരു വാർട്ടി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതുപോലത്തെ പ്രൊജക്ഷൻ. അപ്പൊ ആ ഒരു ഒബ്സർവേഷനിൽ നിന്നിട്ട് തൂജ 30 ആണ് പേഷ്യന്റിന് സ്റ്റാർട്ട് ചെയ്തത്. തൂജ 30 കൊടുത്ത് അന്ന് നൈറ്റ് തൊട്ടിട്ട് പേഷ്യന്റിന് ഒരു വെൽബീയിങ് സെൻസേഷൻ, ആ ഒരു ടെമ്പറേച്ചർ പയ്യനെ സബ്സൈഡ് ചെയ്തു. എന്നാലും ഒരു 1 വീക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ പ്രിസ്ക്രിപ്ഷനിൽ സാറ് മയാസ്മാറ്റിക് കൺസെപ്റ്റിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് കൊടുത്ത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളായിരുന്നു. എന്നാൽ ആ തൂജ 30 അത് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഹെൽപ്പ് ചെയ്തതിന് ആ ഒരു ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ ആണ് ആ പേഷ്യന്റിന്റെ ഒരു 2 മാസം നീണ്ടു നിന്ന ഒരു ഫീവറിന് ഒരു ക്യൂർ കിട്ടാൻ ഹെൽപ്പ് ചെയ്തത്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഒരു റൈനോസ്പോഡിയോസിന്റെ കേസ് ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ പത്തോളജി ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പൊ ആ പേഷ്യന്റ് ഇതുപോലെ ഒരു 40-year-old മാൻ ആണ്. ആ പേഷ്യന്റ് ഒരു 6 തവണ സർജറി കഴിഞ്ഞിട്ട്, റിക്കറന്റ് അറ്റാക്ക്, റൈനോസ്പോഡിയോസ് സർജറി കഴിഞ്ഞാലും അറിയാലോ റിക്കറന്റ് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് 6 തവണ ആ പേഷ്യന്റ് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം അപ്പൊ ആ ഒരു ഹിസ്റ്ററി വെച്ചിട്ട്, ആ ഒരു സ്ട്രോങ് സൈക്കോട്ടിക് ഹിസ്റ്ററിയും പിന്നെ ആ പേഷ്യന്റിന് കുറച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. കുറച്ച് ഹെയറി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരുന്നു. നമ്മൾ ഈ ഡ്രഗിന്റെ കുറച്ചും കൂടി ഇൻഡിവിജ്വൽ സിംറ്റംസ് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോൾ അങ്ങനെ ഇത് വെച്ചിട്ട് മെഡോറിനം 200 ആയിരുന്നു ആ പേഷ്യന്റ് പ്രിസ്ക്രൈബ് ചെയ്തത്. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ആ ഒരു റൈനോസ്പോഡിയോസ് ഉള്ള മാസ് കംപ്ലീറ്റ് മൂക്കിന്ന് കരിഞ്ഞു പോയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂർ അന്ന് ഇതുപോലെ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ചില 1 ലൈൻ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിംറ്റം ആണ്. അതുപോലെ മറ്റൊരു കേസ് ഉള്ളത് ഒരു ഡിക്യൂർവൻ ടിനോസൈനോവൈറ്റിസ്. അപ്പൊ ആ കേസ് എന്ന് വെച്ചാൽ നമുക്കൊരു ക്രോണിക് ആയി അതിന്റെ ക്രോണിക്കിന്റെ അക്യൂട്ട് മാനിഫെസ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. തമ്പ് ഈവൻ ചെറിയൊരു മൂവ്മെന്റ് പോലും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് ഹൗസ് ഏജൻസിയിൽ ചില ഒ പിയിലൊക്കെ ഇന്റേൺസിന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. ചില സാറന്മാർ തരുമായിരുന്നു. പിന്നെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഞാൻ ഒരു 2-3 തവണ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന കേസാണ്. അപ്പൊ ഫൈറ്റലാക്കട്ട് ഇഞ്ചുറി തൂജ പോട്ടെ സോറി റൂട്ട് അത് കൊടുത്തു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രിപ്ഷൻ ചെയ്തു. വ്യത്യാസം വരുന്നില്ല. പേഷ്യന്റിന് 2 തവണ കാർപ്പൽ ടണൽ സിൻഡ്രോമത്തിന് സർജറി ചെയ്തുകൊണ്ട് അവർക്ക് ഒരു സർജറി ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് കൊണ്ടുവന്നു. സാർ ഇതൊക്കെ ഞാൻ മെഡിസിൻ കൊടുത്തിട്ട് ഒരു റെസ്പോണ്ടും കിട്ടുന്നില്ല, സാർ ഒന്ന് നോക്കൂ. അപ്പൊ സാറ് പേഷ്യന്റിനെ നോക്കിയിട്ട് ഫസ്റ്റ് എടുത്തൊരു ഒബ്സർവേഷൻ, പേഷ്യന്റിൽ നെറ്റിയുടെ അവിടെ നമ്മുടെ ഗന്ധർവന്റെ കിരീടം വെക്കുമ്പോഴത്തേക്ക് ഒരു മാർക്ക് വരുമല്ലോ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത്, ഈ സോറിയാറ്റിക് പേഷ്യന്റിനൊക്കെ അവർക്ക് സ്കിൻ പോയിട്ട് ഒരു ഒരു ഡിസ്കളറേഷൻ വരുമല്ലോ, അതുപോലെ ഇവിടെ ഒരു ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ സാർ ചോദിച്ചു എന്ത് പറ്റിയതാ? അപ്പൊ അവര് പറഞ്ഞു എന്തോ ഭയങ്കരമായ താരൻ എന്തോ ഉണ്ടായിരുന്നു, അവരെന്തൊക്കെ ക്രീമും ഓയിൽമെന്റ് ഒക്കെ ഇട്ടിട്ട് അത് അത് പോയതാണ് സാർ. അപ്പൊ എത്ര നാളായി പോയിട്ടെന്ന് ചോദിച്ചു. ഒരു 3 മാസമായിട്ട് പോയിട്ട്. അപ്പൊ സാർ ഒരു ടോട്ടാലിറ്റി കൺസ്ട്രക്ട് ചെയ്ത് പേഷ്യന്റ് ചില്ലിയാണോ എന്ന് ചോദിച്ചു. ചില്ലിയാണ്. സോറ സപ്രസ്ഡ്, നെർവ് എഫക്റ്റഡ്. പേഷ്യന്റിന് ഡയബറ്റിക് ആണോ എന്ന് ചോദിച്ചു. ഡയബറ്റിക് ആണ്, ലോങ് ഇയേഴ്സ് ആയിട്ട് ഡയബറ്റിക് ആണ്. അപ്പൊ ചില്ലി പേഷ്യന്റ്, സോറ സപ്രസ്ഡ്, നെർവ് എഫക്റ്റഡ്, ഡയബറ്റിക്, അതായത് വൈറ്റാലിറ്റി ഡിപ്രസ്. ഇത്രയും വെച്ചിട്ട് സിംഗമെറ്റ് 1 2 ഡോസ് ആയിരുന്നു ആ പേഷ്യന്റ് കൊടുത്തിട്ടുണ്ടായത്. ഒരു 2 വീക്ക് കഴിഞ്ഞ് കംപ്ലീറ്റ് അത് സബ്സൈഡ് ചെയ്തു. ആ പേഷ്യന്റിന്റെ നമ്മൾ കേസ് എടുക്കുന്നതിനോടൊപ്പം നമുക്ക് എന്താണ് പേഷ്യന്റിൽ കാണുന്നത്, എവിടെയെങ്കിലും കാണുന്ന ഒരു ഫിസിക്കൽ സയൻസോ സിംറ്റംസോ എങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതുപോലെ പ്രിസ്ക്രിപ്ഷനിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഫിസിക്കൽ ഒബ്സർവേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിത് ഈ ഒരു ടോപ്പിക്ക് ആദ്യം പ്രകാശ് സാറിന്റെ അറിവുകളിൽ നിന്നൊരു ടോപ്പിക് എന്ന ഹെഡിങ് കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു അതൊരു ഓവർ എക്സ്പെക്ടേഷൻ ആകും. എന്തായാലും സാറ് പെർസീവ് ചെയ്ത രീതിയിൽ എനിക്ക് ആ ഡ്രഗ് അവതരിപ്പിക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് മനസ്സിലായ രീതിയിൽ ഓരോ ഡ്രഗും പ്രസന്റ് ചെയ്യാന്ന് വിചാരിച്ചു. സ്ലൈഡ് ഓക്കെ. ഒരു പേഷ്യന്റ് വരുമ്പോൾ അവിടെ നെയിൽ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കർവി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള നെയിൽ ആണെങ്കിൽ അതൊരു സ്ട്രോങ് ട്യൂബർക്കുലർ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ ട്യൂബർക്കുലനം എന്ന ഡ്രഗ് അവിടെ ചിന്തിക്കാം. ഞാൻ ഈ പറയുന്ന പോയിന്റ്സിലുള്ള ഡോസ്, പൊട്ടൻസി, എന്തെങ്കിലും കറക്ഷൻസ്, പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ സീനിയേഴ്സ് ആയ ഡോക്ടേഴ്സ് പോയിന്റ്സ് ആഡ് ചെയ്ത് എന്നെയും കൂടി ഹെൽപ്പ് ചെയ്യണമെന്ന റിക്വസ്റ്റ് ആദ്യമേ തന്നെ പറയുകയാണ്. ദെൻ പേഷ്യന്റ് നെയിൽസ് നോക്കുമ്പോൾ ഇതുപോലെ റിഡ്ജസ് കാണുവാണ്. കുറുഗേറ്റഡ് നെയിൽസ് എന്നൊക്കെ റൂബ്രിക്കിൽ കിട്ടും. അങ്ങനെ വരികയാണെങ്കിൽ തൂജ, പിന്നെ ഫ്ലൂറിക് ആസിഡിന്റെ കോമ്പൗണ്ട്സ്, ഇപ്പൊ നാട്രിയം ഫ്ലൂറേറ്റും അങ്ങനെ ഫ്ലൂറിക് ആസിഡിന്റെ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഫ്ലൂറിക് ആസിഡ്, പിന്നെ സിലീഷ്യ, സെലീനിയം പോലുള്ള ഡ്രഗ് നമുക്ക് എപ്പോഴും ഇത് മാത്രം വെച്ച് പ്രിസ്ക്രൈബ് ചെയ്യാന്നല്ല പറയുന്നത്. പക്ഷെ ആ ഒരു ഡ്രഗ് എപ്പോഴും നമുക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബാക്കി സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റീവ് സൈനും കൂടി ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ആ ഒരു ഡ്രഗിലേക്ക് ചിന്തിക്കുക എന്നുള്ളതാണ്. കൊറുഗേറ്റഡ് നെയിൽസ്, തൂജ, ഫ്ലൂറിക് ആസിഡ്, അതിന്റെ കോമ്പൗണ്ട്സ്, സിലീഷ്യ, സെലീനിയം.
ദെൻ ചില പേഷ്യന്റിന്റെ നെയിൽസ് നോക്കുമ്പോൾ ഇതുപോലെ സ്ലെൻഡർ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള നെയിൽസ് ആണെങ്കിൽ, അതുപോലെ എക്സ്ട്രിമിറ്റീസ് ലോങ് ഫിംഗേഴ്സ് എന്നൊരു റൂബ്രിക്കും കൂടി കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കാൽക്കേരിയ ഫോസ്ഫറസ് വരുന്ന കോമ്പൗണ്ട് തന്നെയാണ് കൂടുതൽ വരിക. കാൽക്കേരിയ ഫോസ് വരും, കാൽക്കേരിയ സൾഫും വരുന്നുണ്ട്, ഫോസ്ഫറസ് പോലുള്ള കോമ്പൗണ്ട്. ഇങ്ങനെ ഒരു ഇത് കിട്ടുവാണെങ്കിൽ കൂടുതൽ ചിന്തിക്കുക. അടുത്തത് സ്റ്റോക്കി ഫിംഗർ എന്നുള്ളതാണ്. ചില പേഷ്യന്റിന്റെ കൈ നോക്കുമ്പോൾ, ഞാനിപ്പോ ആദ്യം ആ റൈനോസ്പോഡിയോസിൽ മെഡോറിനം പ്രിസ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിൽ എടുത്തിരുന്ന ചില ഫിസിക്കൽ ഒബ്സർവേഷൻ ഇതായിരുന്നു. ആ പേഷ്യന്റ് കുറച്ച് പൊക്കം കുറഞ്ഞ, കുറച്ച് ഒരു ഡ്വാർഫിഷ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു പൊക്കം കുറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അവരുടെ കൈ കുറച്ച് വിരലുകൾ കുറച്ച് തിക്കായിരിക്കും, കുറച്ച് സ്റ്റോക്കി ഫിംഗേഴ്സ് ആയിരിക്കും. കുട്ടികളിൽ ഒരു നല്ല ഇൻഡിക്കേഷൻ ആണ്, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഈ കുട്ടികളിൽ കൺജനിറ്റൽ ഡിസോർഡേഴ്സ് ആയിട്ട് ജനിക്കുമ്പോൾ, എസ്പെഷ്യലി ലിവർ ഡിസോർഡർ ഒക്കെ ആയിട്ട് ജനിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡ്വാർഫ്ഡ്, അത് കീനോട്ടിൽ തന്നെ അത് ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ബറൈറ്റ കാർവ് പോലത്തെ ഡ്വാർഫ്ഡ് ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അതുപോലുള്ള ഡ്വാർഫ് ഫിംഗേഴ്സ് ആണ്, തിക്ക് ഫിംഗേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ മെഡോറിനം ഒരു ഇമ്പോർട്ടന്റ് റെമഡിയാണ് ചിന്തിക്കേണ്ടത്. കാൽക്കേരിയ ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും ചിന്തിക്കും. അതുപോലെ തന്നെ തൂജ. അപ്പൊ മെഡോറിനം, തൂജ, കാൽക്കേരിയ എന്നുള്ളത് ഇങ്ങനത്തെ ഒരു കുറച്ച് ഒരു സ്റ്റോക്കി ഫിംഗേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രസന്റേഷനിൽ ചിന്തിക്കാവുന്ന റെമഡിയാണ്. ദെൻ ഇതുപോലെ ഒ പി ഡിയിൽ വന്ന ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവൻ വന്നത് ഇതിന്റെ ക്ലിനിക്കൽ ഡയഗ്നോസ് ഇംപ്ലാന്റേഷൻ ഡെർമോയിഡ് ആണ്. ഈ തമ്പിൽ ഇതുപോലെ തന്നെ വരുന്നത്. അപ്പൊ ഒരു കൊല്ലമായിട്ട് ചെറുതായിട്ട് നോട്ടീസ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ സാറ് ഇതിന്റെ ഒരു ഏറ്റിയോളജി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഇഞ്ചുറി, മുള്ളു കുത്തിയിട്ടുണ്ട്, എന്തെങ്കിലും ഇഞ്ചുറി ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യാം. ഇംപ്ലാന്റേഷൻ ഡെർമോയിഡ് കൺജന്റൽ ആയിട്ട് അല്ലാണ്ടും ജനിക്കുമ്പോൾ വരാം. ഇംപ്ലാന്റേഷൻ ഡെർമോയിഡ് ജനിച്ചു കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ നമുക്ക് ചോദിക്കേണ്ട കാര്യം തം സക്കിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് തം സക്കിങ് ഉണ്ടായിരുന്നെങ്കിൽ, അവിടെ ലോങ് ടേമിൽ ആ ഒരു സിംറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇംപ്ലാന്റേഷൻ ഡെർമോയിഡ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവനോട് ചോദിച്ചു ഇതുപോലെ തന്നെ കൈ ചപ്പാറുണ്ടായിരുന്നു. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു അപ്പോഴും ഡോക്ടറെ ഇപ്പോഴും അവന് ഇങ്ങനെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും കൈ വായിലേക്ക് വെച്ച് ചപ്പാനായിട്ടുള്ള ഒരു സിംറ്റം ഉണ്ട്. ഈ തം സക്കിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് റെമഡിയാണ് കാൽക്കേരിയ ഫോഴ്സ്. ആ കാൽക്കേരിയ ഫോഴ്സിന് അതിലേക്ക് എത്തിപ്പെടാനായിട്ടൊരു കഥയുണ്ട്. സാർ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഹൗ ടു സക്സീഡ് ഇൻ ഹോമിയോപ്പതി പ്രാക്ടീസ്. സാറിന്റെ ഒരു 30 years ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ബുക്ക്, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല അത് കാരണം. അപ്പൊ ആ ബുക്കിൽ സാർ കാൽക്കേരിയ ഫോഴ്സിനെ കുറിച്ചിട്ട് ഒരൊറ്റ ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ന്യൂ എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പൊ ഈ കാൽക്കേരിയ ഫോഴ്സ് കാൽക്കേരിയയുടെ ആ ഒരു ടിമിഡിറ്റിയും ഒരു ഷെല്ലിനകത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കാനായിട്ടുള്ള ഒരു പേടിയും ഒരു പ്രൊട്ടക്ഷനും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫറസ് കോമ്പൗണ്ട് അതിലേക്ക് വരികയാണ്. ഫോസ്ഫറസ് വരുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഫോസ്ഫറസ്. എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റീവ് ആകുക, ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാൽക്കേരിയ ഫോഴ്സ് ഒരു ചേഞ്ച് ഓഫ് ലൈഫ് അവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നു. അതുകൊണ്ടല്ലേ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അവർക്ക് ഹെഡേക്ക് വരുന്നു. അവർക്ക് ഒരു ഡിപ്പെൻഡൻസിന്ന്, പാരന്റ്സിന്റെ പ്രൊട്ടക്ഷൻ ഇപ്പൊ എല്ലാ അച്ഛനമ്മയും ചെയ്തു കൊടുക്കുന്നു, വീട്ടിൽ എല്ലാത്തിനും അച്ഛനമ്മയും ഉണ്ട്. അവിടെ നിന്ന് ഒരു സെൽഫായിട്ട് ഒരു കാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഒരു സ്കൂളിലേക്ക് പോകേണ്ട സമയത്ത്, തന്നെ അവർ പ്രാപ്തരാകേണ്ട സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നുള്ളതാണ്. അതിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്നോണമാണ് ഇവർക്ക് ആ ചൈൽഡ്ഹുഡിൽ നിന്നൊരു മാറ്റം ഇവർക്കൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു ഫിസിക്കൽ സിംറ്റം ആയിട്ടാണ് ഇവർ എപ്പോഴും തം സക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു പ്രൊട്ടക്ഷൻ ഇവർ തന്നെ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇവർക്ക് തം സക്കിങ് എപ്പോഴും ഒരു ഫീച്ചർ ആയിട്ട് കുറെ കാലങ്ങളോളം ഉണ്ടാവും. അതുപോലെ തന്നെ കാൽക്കേരിയ ഫോഴ്സിന്റെ മറ്റൊരു ഒബ്സർവേഷനിൽ കിട്ടുന്ന ഫീച്ചറാണ്, ഇവരൊന്ന് പുറത്തേക്ക് ഈ പേടി മാറി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാൽക്കേരിയയുടെ ഒരു പേടി മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യരുതെന്നൊരു ആഗ്രഹമുള്ള ആളാണല്ലോ കാൽക്കേരിയ. അപ്പൊ ഇവരെപ്പോഴും ഈ ഫോസ്ഫറസിന്റെ ആ ഒരു എക്സ്ട്രാ വാഗൻസ് ഉള്ളത് കാരണം അടിച്ചു പൊളിക്കാൻ ഇഷ്ടമാണ്, എന്നാൽ എന്നെ മറ്റുള്ളവരെല്ലാവരും അടിപൊളിയായിട്ട് കാണണം, ഞാൻ ഏബിൾ ആണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ കുട്ടികൾ, മോട്ടോർ ബൈക്ക് ഓടിക്കുന്ന പെൺകുട്ടികള്, മതിൽ ചാടി കിടക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര്, മതിലിന്റെ മുകളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഒരു ബോയിഷ് ഗോയില് പ്രസന്റ് ചെയ്യുന്ന, അങ്ങനെ മീൻസ് ഞാൻ സംതിങ് ആണ് എന്ന് ഒന്ന് കാണിക്കണം എന്ന് അത് ഇഷ്ടമുള്ള ആൾക്കാരാണ് കാൽക്കേരിയ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ജീൻസിന്റെ ഒപ്പക്കിട്ട് ഒരു മുടിയൊക്കെ ബോബ് ചെയ്ത് ഒരു ബോയിഷ് ഗോയിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നതിൽ കാൽക്കേരിയ ഫോഴ്സ് ചിന്തിക്കാം എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാൽക്കേരിയ ഫോഴ്സിനെ വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇവര്
കാൽക്കേരിയ ഫോഴ്സിൽ ട്യൂബർക്കുലർ എലമെന്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവർക്ക് ന്യൂ എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് പുറത്തേക്ക് ചാടി ഇവർ പുറത്തേക്ക് കിട്ടിയാൽ പിന്നെ അവരെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടും. ഡ്രഗ് ഇഷ്ടപ്പെടും, സെക്സ് ഇഷ്ടപ്പെടും, എല്ലാം ന്യൂ എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യുക, ട്രാവൽ ചെയ്യുക. ട്രാവലിംഗ് മാത്രമല്ല, അതിലെ എല്ലാ ന്യൂ എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളവരുടെ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. ഈ കാൽക്കേരിയ ഫോഴ്സിന് ഒരു നല്ല സമയത്ത് ഒരു ഹോമിയോപ്പതി ഫിസിഷ്യന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഒരു കൈവിട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ ആ കൃത്യസമയത്ത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടിയാൽ നമുക്കൊന്ന് അടച്ച് നിർത്താം. പിന്നെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഹോം സിക്നസ് ഉണ്ടല്ലോ, തിരിച്ച് വീട്ടിൽ തിരിച്ചു വരും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവര് പോകും. അപ്പൊ അങ്ങനെ ഒരു ജേർണിയാണ് കാൽക്കേരിയ ഫോഴ്സ്. അപ്പൊ കുറച്ചൊരു ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് ആ ഒരു ബോയ്സ് ഷോയും അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കുറച്ച് ഇതൊക്കെ സാറ് രസകരമായിട്ട്, ഞാൻ പറയില്ലേ, സാറിന്റെ OPDs ഓരോന്നും ഓരോ അനുഭവങ്ങളായിരുന്നു. ഭയങ്കര രസകരമായിട്ടാണ് സാർ ഓരോ സിംറ്റംസ് നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മള് അത് മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന കാര്യങ്ങളും. മറ്റൊന്ന് ഈ വാർട്ട് ഓൺ വാർട്ട് എറൗണ്ട് ദ നെയിൽ. പല രീതിയിലുള്ള വാർട്സിന് നമുക്ക് പല മെഡിസിൻ ഉണ്ട്. ഈ നെയിൽസിന്റെ ചുറ്റും ഇതുപോലെ വാർട്സ് വരികയാണെങ്കിൽ എഗെയിൻ സിംഗിൾ ഡ്രഗ് കാൽക്കേരിയ ഫോഴ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. വാർട്സ് എറൗണ്ട് ദ നെയിൽ, കാൽക്കേരിയ ഫോഴ്സ്. ദെൻ ചില ആൾക്കാര് കുട്ടികൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ നെയിലിന്റെ നഖത്തിന്റെ ഇടയിലുള്ള തൊലി ഇങ്ങനെ പൊളിക്കുക. അതിൽ കുറെ റെമഡി വരും. പക്ഷെ ഈ നഖത്തിന്റെ ഇതുപോലെ തന്നെ ടിയർ സ്കിൻ അറൌണ്ട് ദ നെയിൽ, ആ നെയിലിന്റെയും സ്കിന്നും ചേരുന്ന ഭാഗത്ത് ഇതുപോലൊരു സിംറ്റം കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ഓൺലി കാസിനോസിൻ. കാസിനോസിനാണ് ഈ ഒരു സിംറ്റം കിട്ടുക, ടിയർ സ്കിൻ അറൌണ്ട്. അപ്പൊ ഒരു കുട്ടിയുടെയൊക്കെ നെയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ നെയിൽ തന്നെ ഇങ്ങനെ പൊളിച്ചിരിക്കുന്ന ഒരു ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാസിനോസിന്റെ രണ്ട് സിംറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ മതി അവരോട്. അപ്പോൾ അത് കാസിനോസിന് മറ്റൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എയിൽമെന്റ്സ് ഫ്രം അബ്യൂസ് ചൈൽഡ്ഹുഡിലെ പാരന്റ്സിന്റെ ഓവർ ഡൊമിനേഷൻ കൊണ്ടുവരിക. അത് മാത്രമല്ല, കാസിനോസിൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെമഡിയാണ്. എല്ലാ പാരന്റ്സും ആഗ്രഹിക്കുന്ന ഒരു റെമഡി. ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, ഏറ്റവും നല്ലോണം കാര്യങ്ങൾ ചെയ്യുന്ന, വീട്ടിൽ ഏറ്റവും ഒബീഡിയന്റ് ആയിട്ടുള്ള. ഇപ്പൊ സ്കൂളിലൊക്കെ ടീച്ചർ എന്തെങ്കിലും ചോദിച്ചാൽ സർ ഞാൻ ചെയ്യാം സർ, ഞാൻ എല്ലാത്തിലും ഞാൻ ചെയ്യാവുന്ന അങ്ങോട്ടെടുത്ത് പറയുന്ന, എല്ലാത്തിലും അങ്ങനെ ഫസ്റ്റ് ആകാൻ നിൽക്കുന്ന അങ്ങനെ ഒരു റെമഡിയാ ഈ കാസിനോസിൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഭയങ്കര സെന്റിമെന്റൽ ആണ്, സോഫ്റ്റ് ഹാർട്ടഡ് ആണ്. ഒരു വഴക്ക് ഉണ്ടാകാൻ അവർക്ക് ആഗ്രഹമില്ല. അവര് എല്ലാം സഹിക്കും, നല്ലോണം പടം വരയ്ക്കും, നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈ കുട്ടികളിൽ ഈ ഫസ്റ്റീഡിയസ്നെസ് കണ്ടാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാ. കുട്ടികളാകുമ്പോൾ അവരുടെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ അവർ കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേസ്ഡ് ആക്കി വെക്കണം, അതാണ് കുട്ടി എന്ന് പറയുന്നത്. ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസിന്റെ കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ കുറച്ച് ഒരു കുട്ടിയുടെ സിംറ്റം, ഒരു 5-6 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ അവർക്ക് ഒരു സിംറ്റം കിട്ടിയത്, ഇവൻ എന്ത് സാധനം എടുത്താലും, ഒരു 5-6 വയസ്സുള്ള കുട്ടി, അവന്റെ ടോയ് മാത്രം, എന്ത് ടോയ് എടുത്താലും അവൻ കൃത്യമായി അവന്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും. ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു റയർ പെക്യൂലർ സിംറ്റം തന്നെയാണ്. ആ കുട്ടി കാസിനോസിനായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും പെർഫെക്ഷൻ ആയി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാൻസർ മയാസിൽ വരുന്ന റെമഡിയാണ് കാസിനോസിൻ. അതിന് ഒരു സൈഡിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ഉണ്ടെങ്കിലും അതിന്റെ ഒരു കോയിനിന്റെ മറ്റേ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, ആങ്കർ വന്നാല് സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യുന്ന, വയലന്റ് ഔട്ട്ബ്രേക്ക് ഓഫ് ആങ്കർ ഉള്ള ഒരു റെമഡിയാണ് കാസിനോസിൻ. അതുകൊണ്ടാണ് അവരുടെ ആങ്കർ സെപ്പറേഷൻ ആണ്, അവരെ തന്നെ ഇൻജോർഡ് ചെയ്യും. ഈ നെയിലൊക്കെ അവരുടെ നെയിൽ തന്നെ ടിയർ ചെയ്യുന്ന രീതിയിലുള്ള ആങ്കറിലേക്ക് പോകും. കാസിനോസിന്റെ ഒരു റൂബിക്കില്, സിംഗിൾ റൂബിക്കില് ഒരു റൂബിക്കാണ് സ്വാളോ ഇറ്റ്സ് ഓൺ വൊമിറ്റസ്. എന്ന് വെച്ചാൽ ഒരു വൊമിറ്റ് ചെയ്യാൻ വന്നാൽ ഇവർ ഓടിപ്പിടിച്ച് ഇങ്ങനെ തന്നെ വിഴുങ്ങും. ദാറ്റ് മീൻസ് അത്രത്തോളം അവര് പുറത്ത് നല്ലത് കാണിച്ച് സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സിംറ്റത്തിന്റെ മീനിങ്. അത്രമാത്രം സപ്രഷൻ വരുന്ന ഒരു ലോങ് കണ്ടിന്യൂഡ് സപ്രഷൻ ഉണ്ടെങ്കിൽ, 10-20 കൊല്ലമായിട്ട് ഒരു മാരേജിന്റെ ബാഡ് സഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു 10-20 കൊല്ലമായിട്ട് ഒരു വർക്ക് സ്പേസിൽ അവരൊരു ഒരു ത്രെട്ട് സഹിക്കുന്നു. അപ്പൊ ഒരു ലോങ് കണ്ടിന്യൂഡ് ത്രെട്ട് എന്ന് പറയുന്നത് കാസിനോസിന്റെ ഒരു ഇമ്പോർട്ടന്റ് സിംറ്റം ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെമഡിയാണ്. ഓക്കെ, ദെൻ ഇതുപോലൊരു ഇൻഗ്രോയിൻ ടോണയിൽ കിട്ടുവാണെങ്കിൽ, ഇൻഗ്രോയിൻ ടോണയിൽ നമുക്ക് ഒരുപാട് റെമഡീസ് ഉണ്ട്. മാഗ്നറ്റ്സ് ഓസ്ട്രാലിസ് ഒക്കെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇതുപോലൊരു പ്രസന്റേഷൻ, ആ ഒരു സ്കിന്നിന്റെ ഫോൾഡ് ഈ നെയിലിലേക്ക് ചേർന്ന് വരുന്ന ഒരു ഇൻഗ്രോയിൻ ടോണയിൽ കണ്ടാൽ കാസിനോസിൻ ഈസ് ദ ഓൺലി റെമഡി. ഫോൾഡ് ഓഫ് സ്കിൻ അറ്റാച്ച് ടു ദ ഇൻഗ്രോയിൻ ടോ നെയിൽ, കാസിനോസിൻ ആണ് അതിന്റെ സിംഗിൾ റെമഡി ആയിട്ട് വരുന്നത്. ദെൻ വൈറ്റ് സ്പോട്ട് ഓൺ നെയിൽസ്, നമുക്ക് എല്ലാവർക്കും, നമ്മൾ UG പഠിക്കുമ്പോൾ പോലെ എല്ലാവർക്കും അറിയുന്ന സിംറ്റം ആണ് സിലിക്ക. ദെൻ ബൈറ്റിംഗ് നെയിൽസിലും ഒരുപാട് റെമഡി വരുന്നുണ്ട്. മെഡോറിനും ഉണ്ട്, കാസിനോസിനും വരുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും കുട്ടികൾക്ക് ബൈറ്റിംഗ്
നെയിൽ സ്ലീപ്പിൻ, ഉറക്കത്തിൽ കിടന്ന് ഇവരിങ്ങനെ അറിയാണ്ട് ഒരു ഇൻവോളണ്ടറി ആയിട്ട് നഖം കടിക്കുകയാണെങ്കിൽ ഇലാപ്പിസ് സ്കോർ ആണ് ഒറ്റ റെമഡി ആയിട്ട് വരുന്നത്. ദെൻ നഖത്തിന്റെ തുമ്പ് മാത്രം കടിക്കുക, ടിപ്പ് മാത്രം വെച്ചിട്ട് കടിക്കുക, അതാണെങ്കിൽ കാർസിനോസിനാണ് സിംഗിൾ ഡ്രഗ് വരുന്നത്. ടിപ്പ് മാത്രം ബൈറ്റ് ചെയ്യുക. ദെൻ ബൈറ്റ് ചെയ്ത് നഖമൊക്കെ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനിൽ ഓറൻട്രൈഫിലിന. ദെൻ ഡിപ്രസ്ഡ് നെയിൽസിൽ ഇതുപോലെ ഡിപ്രഷൻസ്, ചെറിയ ചെറിയ ഡിപ്രഷൻസ് കാണുവാണെങ്കിൽ മെഡോറിൻ എന്ന റെമഡിയെ കുറിച്ച്, അതിന്റെ ബാക്കി ഫീച്ചേഴ്സ് കൂടെ ഉണ്ടെന്ന് നോക്കാം, എങ്കിലും ഈ ഒരു ഇത് മെഡോറിനത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. എക്സ്ട്രിമിറ്റീസ്, ഫിംഗർ നെയിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ദ ന്യൂ വൺ. പുതിയ നെയിൽസിന് പൊതുവെ ഹെൽത്ത് ഇല്ല, അപ്പൊ ന്യൂ നെയിൽസിന്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ സിലീഷ്യ. ഇൻഗ്രോയിൻ ടോണെയിൽസിന് മാഗ്നറ്റിസ് പോളി ഓസ്ട്രാലിസ്. നെയിൽസ് ഭയങ്കര തിക്കാണ്, ഹോണിയാണ്, ക്രഷ്ഡ് ആണ് നിൽക്കുവാണെങ്കിൽ ആന്റിൻക്രൂഡ്. മോർ ഹോണി ആൻഡ് മോർ ക്രഷ്ഡ് ആണെങ്കിൽ മോർ ആന്റിൻക്രൂഡ് ഈസ് ഇൻഡിക്കേറ്റഡ് എന്നാ പറയുക. നെയിൽസ് പൊതുവെ ഒരു ബ്ലാക്കിഷ് ആയിട്ട് കാണുവാണെങ്കിൽ ക്രൊട്ടാലസ് ഹൊറിഡസും ഗ്രാഫൈറ്റിസോടെ ചിന്തിക്കണം. ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അതിനെ കുറച്ചും കൂടി ബ്ലാക്കിഷ് ആണെങ്കിൽ തൂജ ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും ചിന്തിക്കും. ഇനി ഇതുപോലെ കുറെ ഇപ്പൊ പറഞ്ഞ നെയിൽസിന്റെ കുറെ സംഭവങ്ങൾ ഒരുപോലെ വരുവാണെങ്കിലോ, ബ്ലാക്ക്നെസ് ഓഫ് സ്കിൻ ഉണ്ട്, ഡീഫോംഡ് സ്കിൻ ഉണ്ട്, ഡീഫോമിറ്റി ഓഫ് നെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലവരുടെ നെയിൽസ് കണ്ടില്ലേ ഭയങ്കര ഡീപ് ക്രാക്ക് വീണിട്ട് ആ നെയിൽസിന്റെ ഓൾമോസ്റ്റ് അത് സ്പ്ലിറ്റ് ആവുക, സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇതായിട്ട് ഇങ്ങനെ പൊളന്ന് നിൽക്കുന്ന ടൈപ്പ് ഓഫ് നെയിൽ എക്സ്റേന്റെ നെയിലാണ്. ഇപ്പൊ ഡീപ് ക്രാക്ക് ഓൾമോസ്റ്റ് സ്പ്ലിറ്റ് ദ നെയിൽ, അത് എക്സ്റേന്റെ നെയിലാണ്. ആൻഡ് ഡീഫോംഡ് നെയിൽ. അപ്പൊ ഈ ബ്ലാക്ക് ഇതുപോലെയൊക്കെ ഉള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഡീഫോംഡ് നെയിൽസിൽ നിന്ന് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജും കൂടി വരുന്നുണ്ടെങ്കിൽ ഗ്രാഫൈറ്റിസ് ചിന്തിക്കാം. ഇതുപോലെ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള എക്സ്ട്രിമിറ്റീസിൽ നെയിൽസ് ഒക്കെ ബ്ലാക്കിഷ് ആണ്, അവർക്കൊരു റൈനോട്സ് ഫിനോമിനൻ പോലത്തെ ഫീച്ചേഴ്സ് ഉണ്ട്. കാല് മറിയിപ്പുണ്ട്, ഇടയ്ക്കൊക്കെ തണുപ്പുണ്ട്, നംബ്നെസ് വരുന്നുണ്ട്, അതോടൊപ്പം ഇടയ്ക്കൊക്കെ ബേണിംഗ് വരുന്നുണ്ട്. അതുപോലെയൊക്കെ സർക്കുലേറ്ററി ഡിഫക്റ്റ് വിത്ത് ഈ ബ്ലാക്ക്നെസ് ഉണ്ടെങ്കിൽ കാർബോ അനിമാൽസ് ചിന്തിക്കാം. കാർബോ അനിമാൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പേഷ്യന്റിന് അതിന്റെ ഒപ്പം തന്നെ കോൾഡ് വാഷ് ചെയ്യാനായിട്ട് ടെൻഡൻസിയും കൂടി ഉണ്ടാവും, ചൂടുവെള്ളം ഒഴിച്ച് കഴുകാനായിട്ട്. ദെൻ ഗൺ പൗഡർ, ഇപ്പൊ ഇതുപോലെ ഡീഫോംഡ് നെയിൽസിൽ നിന്ന് ഇതുപോലെ ക്രാക്ഡ് ആണ്, അതിന്റെ എടുക്കുന്ന പസ്സും സ്റ്റിക്കി ആയിട്ടുള്ള ഫ്ലൂയിഡും കൂടി പസ്സും കൂടി കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഗൺ പൗഡർ, ബ്ലാക്കിഷ്നെസ്സും ഉണ്ട്, പസ്സും ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ഗൺ പൗഡർ ചിന്തിക്കാം. ദെൻ ഇത് ഒരു നെയിൽസിന്റെ റയർ പെക്യുലർ സിംറ്റം ആണ്. എക്സ്ട്രിമിറ്റീസ് ഇറിറ്റേഷൻ, ബൈറ്റിംഗ് നെയിൽസ്, അത് അമോണിയം ബ്രോമൈഡത്തിന്റെ ഒരു സിംഗിൾ സിംറ്റം ആണ്. എനിക്ക് MD ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ അമോണിയം ഗ്രൂപ്പ് ഞാൻ MD ചെയ്തപ്പോൾ എടുത്ത കാരണം എനിക്ക് അമോണിയം ഗ്രൂപ്പിലെ സിംറ്റംസ് എല്ലാം നല്ലപോലെ അറിയായിരുന്നു. പേഷ്യന്റ് പറഞ്ഞ സിംറ്റം ആണ്, അവർക്ക് കാലിൽ ബേണിംഗ് കുറെ കോമൺ സിംറ്റംസ് ഉണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ. അതിന്റെ ഒപ്പം ഈ വിരലിന്റെ നഖത്തിന്റെ ഇടയിൽ വല്ലാത്ത മുള്ളു കുത്തുന്ന പോലെ അസഹനീയമായ വേദന. ഡോക്ടർ അപ്പൊ എനിക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു വല്ലാണ്ട് നെക്കി പ്രസ് ചെയ്ത് പിടിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ വായിൽ വെച്ച് ഇങ്ങനെ കുറച്ചു നേരം പ്രഷർ കിട്ടാനായിട്ട് കടിച്ച് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു സിംറ്റം വായിച്ചത് ഓർമ്മ കൊണ്ടിട്ട് അമോണിയം ബ്രോമേറ്റം 30 ആണ് പേഷ്യന്റ് TDS കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ അത് കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു ന്യൂറോപ്പതിയുടെ ഫീച്ചേഴ്സ് കുറെ സിംറ്റംസ് കൂടി കുറഞ്ഞു കിട്ടി. ഡയബറ്റീസിൽ കുറവൊന്നും കണ്ടില്ലെങ്കിലും ന്യൂറോപ്പതിയുടെ കുറെ സിംറ്റംസ് കുറഞ്ഞു, അവരുടെ ഓൾമോസ്റ്റ് കുറെ സിംറ്റംസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അമോണിയം ബ്രോമേറ്റത്തിന്റെ ഒരു കേസ് ചന്ദ്രമതി ഡോക്ടർ പറഞ്ഞത് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു എപ്പിലെപ്സി കേസിൽ മാഡം ഇവിടെ പറഞ്ഞിട്ടുണ്ടായത്, എപ്പിലെപ്സി കേസിൽ പേഷ്യന്റിന് ഓറ സിംറ്റംസ് കിട്ടിയിട്ടുണ്ടായത് ഈ കുട്ടി എപ്പിലെപ്സി തുടങ്ങുന്നതിനേക്കാൾ മുന്നേ നെയിൽസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് അമോണിയം ബ്രോമേറ്റത്തിന്റെ ഒരു റയർ പെക്യുലർ സിംറ്റം ആണ് ഈ എക്സ്ട്രിമിറ്റീസ് ഇറിറ്റേഷൻ. ഈ ബ്രോമേറ്റം കോമ്പൗണ്ടിനെല്ലാം ഒരു ബ്രെയിനിലെ സ്പെസിഫിക് നെർവസ് സിസ്റ്റത്തിൽ സ്പെസിഫിക് ആക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ആക്ച്വലി ആ ഒരു സിംറ്റം വരുന്നത് ഇവർക്ക് ബ്രെയിനിൽ ഒരു ഇറിറ്റേഷൻ, ആ നെർവസ് ഇറിറ്റേഷൻ വന്നിട്ടാണ് ഈ ഒരു സിംറ്റം വരുന്നത് തന്നെ. ഓക്കെ, അമോണിയം ഗ്രൂപ്പ് പറഞ്ഞ കാരണം 1-2 കമ്പാരിസൺ കൂടി പറയുവാണ്. നമ്മൾ നാട്രമൂറിന്റെ കോമൺ സിംറ്റം എടുക്കുമല്ലോ, വിഷമം എല്ലാം കൂടി വിങ്ങി കെട്ടി മുഖത്ത് നിൽക്കുന്ന ആ ഒരു മഴക്കാറ് വന്ന് പൊട്ടാറായി നിൽക്കുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ നാട്രമൂർ ആണ് കോമൺലി ചിന്തിക്കുക. നാട്രമൂർ കൊടുത്തിട്ട് ഫലിച്ചില്ലെങ്കിൽ അമോണിയം മ്യൂരിൽ അങ്ങനെ തന്നെ ബോറിക്കിൽ ആ സിംറ്റം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട് അമോണിയം മ്യൂർ. നാട്രമൂർ കിട്ടാത്ത ഒരു തൈറോയിഡ് കംപ്ലൈന്റിന് ഇതുപോലെ അമോണിയം മ്യൂർ കൊടുത്തിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നാട്രമൂർ അങ്ങനെ വർക്ക് ചെയ്തില്ലെങ്കിൽ അമോണിയം മ്യൂർ ചിന്തിക്കാം. അതുപോലെ തന്നെ അക്യൂട്ട് ഹോസ്നെസ്,
അക്യൂട്ട് ഹോസ്നെസ്സിൽ ഭയങ്കരമായിട്ടും കോസ്റ്റിക്കം പോലെ ഒരു എന്താ റോനെസ്സും സോർനെസ്സും എല്ലാം ഉണ്ട്. അതിന്റെ ഒപ്പം വിത്ത് ബേണിങ്ങും ഒരു പുകച്ചിലും കൂടെ തൊണ്ടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അക്യൂട്ട് കംപ്ലൈന്റിൽ അമോണിയം കോസ്റ്റിക്കം അത് റിപ്പീറ്റഡ് ആയിട്ട് അക്യൂട്ട് കണ്ടീഷനാണ് കൂടുതൽ പറയുക, അത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുക. പിന്നെ RI ജോയിന്റ് ഡിസ്ഫിഗർമെന്റിന് അമോണിയം ഫോസ്ഫേറ്റും അത് ഫാരിങ്ടണിൽ വളരെ രസകരമായിട്ട് ഫാരിങ്ടൺ പറയുന്നത്, ഒരു പേഷ്യന്റ് ഇത് കൊടുത്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഈ നൊഡ്യൂൾസ് കൊണ്ട് വന്നു എന്നൊരു കേസ് അദ്ദേഹം പറയുന്നുണ്ട് ഫാരിങ്ടണിൽ. അപ്പൊ അത്രമാത്രം ഒരു ജോയിന്റ് ഡിസ്ഫിഗർമെന്റ് വരുവാണെങ്കിൽ അമോണിയം ഫോസിന്റെ ലോ പൊട്ടൻസി 6 30 ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ദെൻ പേഷ്യന്റ് നോക്കുക, എങ്ങനെയാണ് ഒരു പേഷ്യന്റ് വരുമ്പോൾ ക്ലിനിക്കിൽ വരുമ്പോഴത്തേക്കും അവർ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഫോസ്ഫറസ് കുട്ടികളാണെങ്കിൽ അവര് ആദ്യം ചുറ്റും വന്നാലേ അവർ ചുറ്റും നോക്കും. അവർക്ക് ഫോസ്ഫറസ് എങ്ങനെയാണ് മറ്റുള്ളവരെ കയ്യിലെടുക്കേണ്ടതെന്നും കൂടി നോക്കിയിരിക്കുക. പ്രയോജനമുള്ള ആൾക്കാരെ കയ്യിലെടുക്കുക. അപ്പൊ ഒരു ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ് ലീഡറെ കയ്യിലെടുക്കുക, ഒരു ഓഫീസിൽ പോയാൽ അവർ റിസപ്ഷനിസ്റ്റിനെ കയ്യിലെടുക്കുക. അവർക്ക് ഉപയോഗം വേണ്ട ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ട് ഫോസ്ഫറസ് എപ്പോഴും അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഫോസ്ഫറസിന്. അങ്ങനെ അവർ ഇന്റലിജന്റ് ആണ്, അങ്ങനെ അവര് അങ്ങനത്തെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അവർ ക്ലിനിക്കിൽ വന്നാൽ മൊത്തം വാച്ച്ഫുൾ ആയിരിക്കും കുട്ടി. വന്നിട്ട് എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മുടെ നേരെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ നോക്കിയിട്ട് ലുക്കിംഗ് ഫോർവേഡ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന രീതിയിൽ വളരെ ഇംപ്രസീവ് ആയിട്ട് രീതിയിലായിരിക്കും ആ ഫോസ്ഫറസ് കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ലുക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവരെന്തെങ്കിലും ചോദിച്ചാൽ മുകളിലേക്ക് നോക്കുക, താഴത്തേക്ക് നോക്കുക, ആ ഒരു എന്താണ് ഒരു നെർവസ്നെസിന്റെ ഫീച്ചേഴ്സ് കാണുവാണെങ്കിൽ അംബ്രാഗ്രേഷ്യ ചിന്തിക്കാം. ബാഷ്ഫുൾ ലുക്ക്, ഈ ബാഷ്ഫുൾ ലുക്കിൽ എനിക്ക് 2-3 കേസിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യം, ഒരു ടീനേജ് ഗേൾസിലാണ് എനിക്ക് കൂടുതൽ ആ സിംറ്റം കിട്ടില്ല. ഗേൾസ് ഒക്കെ അങ്ങനത്തെ ഗേൾസ് ബോയ്സ് ഒക്കെ വരുവാണെങ്കിൽ അവർക്കൊരു ക്രോണിക്, നമുക്ക് കേസ് എടുക്കുമ്പോൾ അറിയാലോ, ചില പേഷ്യന്റ് നമ്മളോട് എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യും. പക്ഷെ ചില കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇവർക്ക് സംതിങ് ഉണ്ട്, പക്ഷെ അവർ തുറന്ന് പറയുന്നില്ല. ഒരു എന്താണ് മുഖത്ത് നമുക്ക് മുഖം തരാത്ത, കണ്ണ് നേരെ ഐ കോണ്ടാക്ട് ഡയറക്റ്റ് തരില്ല, സംതിങ് അവര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് തന്നെ ചില കേസ് എടുക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവും. അപ്പോ ഇതുപോലെ ഒരു വൈറ്റിഷ് പാച്ച് ആയിട്ട് ഒരു കുട്ടി, ഒരു ഗേള്, ഒരു 10-20 വയസ്സുള്ള ഗേള് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അമ്മയുടെ കൂടെ വന്നത്. അപ്പൊ ഇവര് കുറെ സിംറ്റം ഇതൊക്കെ ഡ്രഗ് കൊടുത്തിട്ട് എഫക്ട് കിട്ടുന്നില്ല. അപ്പൊ എന്തൊക്കെ ആ കേസ് ഓപ്പൺ അപ്പ് ആവുന്നില്ല ഫീൽ ചെയ്യുന്നുണ്ട്. ചുമ്മാ കൊടുത്ത സ്റ്റാഫിസാഗ്രിയ കൊടുത്തിട്ട് 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ആ കേസിൽ നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു. അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അതിന്റെ കുറെ എലിമെന്റ് ഫാക്ടർ വരുന്നതാണ് സത്യം. ആ ഒരു മാസ്റ്റർബേഷൻ വരും, അതിന്റെ ഗിൽറ്റ് വരും, അതുകൊണ്ട് ഒരു ബാഷ്ഫുൾ ലുക്ക് വരും. അതുപോലെ തന്നെ മൈഗ്രെയിൻ കേസ് ഒരു ടീനേജ് ഗേൾസിന് ഇതുപോലെ തന്നെ നമുക്കൊരു ഓപ്പൺ അപ്പ് ആകാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു എന്ന് തോന്നിയാൽ സ്റ്റാഫിസാഗ്രിയ ഒന്ന് ട്രൈ ചെയ്യാം. ഒരു മിനിറ്റ്. ദെൻ നാട്രിമോർ ഇതുപോലെ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് ഡയറക്റ്റ് അവരെ നമ്മൾ മുഖത്ത് നോക്കി അവരുടെ വിഷമങ്ങൾ പറയില്ല. അവർ നേരെ ഭിത്തിയിൽ നോക്കിയിട്ട് അവരുടെ വിഷമം ഇങ്ങനെ പറയും. ആൻസർ ലുക്കിംഗ് ഇൻ ടു ദ വാൾ, നാട്രിമോറിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ്. അതുപോലെ തന്നെ അവരുടെ വിഷമം ഉണ്ടെങ്കിൽ അവരുടെ കണ്ണുനീര് താഴത്ത് വീടാൻ അനുവദിക്കില്ല. ഇങ്ങനെ ഐബോൾ ഇങ്ങനെ ഉരുട്ടിയ കണ്ണുനീര് ഇങ്ങനെ കണ്ണിൽ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഐബോൾസ് ടിയേഴ്സ് താഴത്തേക്ക് വീഴാൻ നാട്രിമോർ ഒരിക്കലും നമ്മുടെ ഓപ്പൺ ചെയ്ത് നിൽക്കുമ്പോൾ അനുവദിക്കില്ല. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുന്ന കുറെ ഒബ്സർവേഷൻ ആണ്. അതുപോലെ തന്നെ അഗാരിക്കസ് ക്ലാസ് എടുത്ത് പറഞ്ഞതായിരുന്നു. ഒരു കുട്ടി ADHD കുട്ടിയൊക്കെ നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നാൽ അവർ ഒത്തിരി പാട്ട് പാടുന്ന സാധനങ്ങൾ എടുക്കും, അതെടുക്കും ഇതെടുക്കും. പക്ഷെ അവരുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ ആൻസർ പറയില്ല. സിംഗ് ചെയ്യും, ഡാൻസ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ അബോർഷന്റെ ആൻസർ ചെയ്യില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവര് മുഖം മാറ്റിക്കളയും, ആൻസർ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ കണ്ണില് സ്ക്വിൻഡ് ഉണ്ട്, പക്ഷെ ഒരു വേമിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ എപ്പോഴും സ്പൈജീലിയ, സാന്റോണിനം നോക്കാം. ഈ സ്പൈജീലിയുടെ മറ്റൊരു ഫിസിക്കൽ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഈ വേം കംപ്ലൈന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പൊക്കിളിൽ ഇങ്ങനെ വിരൽ തൊട്ട് കാണിക്കുന്നതാണ്. ഒരുപാട് കേസിൽ നമുക്ക് വേം കംപ്ലൈന്റിൽ സ്പൈജീലിയ കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ സാറിന് ഒരു രസകരമായിട്ടുള്ള ഒബ്സർവേഷൻ ഞാൻ കോപ്പി എപ്പോഴും പറയാറ്, സാറ് കുട്ടികൾ വന്നാൽ നോക്കും, കാണുമ്പോൾ തന്നെ സാർ പറയും ഇവനൊരു വിരക്കുട്ടനാണല്ലോ എന്ന് പറയും. സാർ എടുക്കാതെ സിംറ്റം, സാറ് അവരുടെ മൗത്ത് ഓപ്പൺ ചെയ്യാൻ പറയുമ്പോൾ സാർ അവരുടെ മൗത്തിൽ ഒരു പെക്യുലർ സ്മെല്ല് സാറ് എടുക്കും. ഞങ്ങൾക്ക് പലതവണ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ആ സ്മെല്ല് കിട്ടിയിട്ടില്ല. ഒരു പച്ചലയുടെ സ്മെല്ല് എന്നാ പറയാ. സാർ അവരുടെ നഖം നോക്കും, അവർ ചിലപ്പോൾ ചുമയായിട്ടായിരിക്കും വരിക, ചിലപ്പോൾ എന്തെങ്കിലും വയറുവേദനയായിട്ടായിരിക്കും വരിക. വരുമ്പോൾ തന്നെ സാർ നോക്കിയിട്ട് വാ തുറന്നിടാന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് പറയും നീ വിരക്കുട്ടനാണല്ലോ ഇവന് കൊടുക്കുന്ന മെഡിസിൻ, സാർ അപ്പൊ തന്നെ പറയും. അത് എനിക്കൊരു ഇത് എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുന്നത്, എന്റെ കുഞ്ഞിന് ഇതുപോലെ ഒരു 3 വയസ്സായപ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഫീവർ, ഒരു 3 ദിവസം മാറാതെ ഫീവർ ആയിട്ട് സാറിന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ സാർ ഇതുപോലെ തന്നെ വാതരം നോക്കിയിട്ട് സ്മെൽ ചെയ്ത് പറഞ്ഞു ഇത് വേമാണ്,
സ്പൈജീലിയ വണ്ണം 2 ഡോസാണ് കൊടുത്തത്. എന്തായാലും ഒരു ഡോസ് കൊടുത്തപ്പോൾ തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ ഫീവർ വിട്ടു. അപ്പൊ അന്ന് മോളുടെ സ്മെല്ല് ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഒരു പച്ചിലയുടെ ഒരു സ്മെല്ല് നമുക്ക് ഈ കുട്ടികളുടെ വായിൽ നിന്ന് കിട്ടും വേം ഉണ്ടെങ്കിൽ. ഈ വേം ഫീവർ എന്ന് പറഞ്ഞ ഡയഗ്നോസ് ഞാൻ വേറെ എങ്ങനെ തപ്പിയിട്ട് കിട്ടിയില്ല. അത് സാറിന്റെ കയ്യിൽ നിന്ന് മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു ഡയഗ്നോസ് ആണ്. എന്തായാലും സാർ അത് വെച്ച് കുറെ പേഷ്യന്റ് മെഡിസിൻ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിംറ്റം സ്പൈജിയിലേക്ക് ഉണ്ട്. ദെൻ കുട്ടി ക്ലിനിക്കിൽ വരുവാണെങ്കിൽ കൈ ഇങ്ങനെ കണ്ണിലിട്ട് ഉരച്ചിട്ട് ഫിസ്റ്റ് ബോറിംഗ് ആയി വിത്ത് ഫിസ്റ്റ് ഓൺ വേക്കിംഗ്, എണീക്കുമ്പോൾ തന്നെ കണ്ണ് തിരുമ്മി എണീക്കുക, സ്പില്ലയുടെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ബ്ലൂ ഡിസ്കളറേഷൻ സ്ക്ലീറ പോസിലിംഗ്, അത് കാസിനോസിന്റെ ഫോബിസ്റ്ററിലൊക്കെ പറയുന്നുണ്ട്. കാസിനോസിന്റെ വേറെയും കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. കഫേലേക്ക് സ്പോട്ട് പോലെ കുറെ ബ്ലാക്ക് ആയിട്ടുള്ള സ്പോട്ട് കാണാൻ പറ്റും. ഇപ്പൊ ബ്ലൂ ഡിസ്കളറേഷൻ ഓൺ ദി സ്ക്ലീറ എന്ന് പറയുന്നത് കാസിനോസിന്റെ ഒരു ഇമ്പോർട്ടന്റ് സിംറ്റം ആണ്. ദെൻ ചില കുട്ടികള് ഐ സ്റ്റെയറിംഗ് ബേബീസിൻ, കുട്ടികളെ നോക്കുമ്പോൾ കണ്ണിങ്ങനെ മിഴിച്ചിരിക്കും, സ്റ്റെയറിംഗ് ആയിട്ട് ഇങ്ങനെ കണ്ണ് തുറിച്ചിരിക്കും. അത് ബെലഡോണയുടെ കുട്ടികളാണെങ്കിൽ ബെലഡോണയും, കുറച്ചും കൂടി അഡൾട്ട് ആണെങ്കിൽ ഒപ്പിയവും നല്ലപോലെ കവർ ചെയ്യുന്ന ഒരു റെമഡിയാണ് ഈ സ്റ്റെയറിംഗ് ഐസ്. അതുപോലെ ഒപ്പിയത്തിന് കണ്ണിങ്ങനെ പാതി അടച്ചിട്ടായിരിക്കും ഒപ്പിയം ഉറങ്ങാന്നുള്ളത്. ദെൻ കുട്ടികളിൽ ന്യൂബോൺ ബേബീസിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഒരു കണ്ണീന്ന് മാത്രം കണ്ണുനീര് ഇങ്ങനെ ഒഴുകി, ചിലപ്പോൾ 2 കണ്ണീന്നും വരും, ചിലപ്പോൾ ഒരു കണ്ണീന്ന് മാത്രം കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോ നമ്മൾ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കാണിച്ച് അവർ പറയാ എന്താ അവിടെ ലാക്രിമ ഡക്റ്റ് സ്റ്റിനോസ് ആയിട്ട് ഇരിക്കുവാണ്. സാധാരണ നല്ല പീഡിയാട്രീഷ്യൻസ് ആണെങ്കിൽ പറയും ഒന്നും ചെയ്യണ്ട, കുളിക്കുമ്പോഴത്തേക്കും ഈ ലാറ്ററൽ ഭാഗത്ത് നിന്ന് മീഡിയൽ ഭാഗത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് പയ്യനെ കൊടുത്താൽ മതി, പയ്യൻ ഇത് ഓപ്പൺ ചെയ്ത് വന്നോളൂ എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു റൂബ്രിക് ആണ് ഐ സ്റ്റിനോസിസ് ലാക്രിമൽ ഡക്റ്റ് കെറ്റാറൽ ഇൻ എ ബേബി. നാട്രമോർ ആണ് എന്റെ റെമഡി. അപ്പൊ നമ്മൾ അങ്ങനത്തെ കേസ് വന്നാൽ നാട്രമോർ കൊടുത്തിട്ട് ഈ ഒരു മാനേജ്മെന്റിനോട് പറഞ്ഞു കൊടുക്കുക, എപ്പോഴും ലാറ്ററിൽ നിന്ന് മീഡിയലിലേക്ക് ഒരു തുണി കൊണ്ട് വൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്യുകയോ ചെയ്തു കൊടുക്കുക. ദെൻ ഇത് ചലാസിയോൺ അല്ലെങ്കിൽ നമ്മൾ സ്റ്റൈ പ്രൊലോങ്ഡ് ആയിട്ട് നിന്നൊരു ഹാർഡൻഡ് ആയി പോകുന്ന കണ്ടീഷനിൽ കോമൺ ആയിട്ടും സ്റ്റാഫിസൈഗ്രിയും സെപ്പിയും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇതുപോലെ ഒരു കേസ് വന്നിട്ട് സ്റ്റാഫിസൈഗ്രി തന്നെ കൊടുത്തിട്ട് അത് റെസ്പോണ്ട് കിട്ടിയില്ല. 10 വരെ കൊടുത്തു നോക്കി, പക്ഷെ റെസ്പോണ്ട് കിട്ടിയില്ല. ഇതുപോലെ തന്നെ സാറിനെ വിളിച്ച് ചോദിച്ചു, സാർ ഇത് 1-2 മാസമായ കേസ് വെച്ച് ഞാൻ ഇരിക്കുന്നത്, ഒരു റെസ്പോണ്ട് കിട്ടുന്നില്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. സാറ് ഇത് പറഞ്ഞു പ്ലറ്റാനസ് ഓക്സിഡന്റാലിസ് എന്നാണ് അതിന്റെ ഒരു റയർ മെഡിസിൻ എന്ന് പറയുന്നത്. എന്നിട്ട് അത് 30 കൊടുത്തിട്ട് നല്ല റെസ്പോൺസ് അന്ന് കിട്ടി. പിന്നെ ഒരു കേസിൽ ഞാൻ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും റെസ്പോൺസ് കിട്ടി. അത് ആ കേസ് അത് ട്യൂമർ അത് സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് വാനിഷ് ചെയ്ത് പൊക്കോളും. ടാസൽ ട്യൂമർ ടിഞ്ചർ അപ്ലൈ ചെയ്യാൻ പറയുന്നത്, പക്ഷെ 30 പൊട്ടൻസിയെ കൊടുത്ത് അക്യൂട്ട് ആൻഡ് ഓൾഡ് നെഗ്ലക്റ്റഡ് കേസിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ വേർ ഡിസ്ട്രക്ഷൻ ഓഫ് ടിഷ്യൂ ഒക്കേർഡ് ആൻഡ് സിക്കാട്രൈസേഷൻ കോൺട്രാക്ഷൻ കോസ് മാർക്ക് ഡിഫോമിറ്റീസ് ഓഫ് ദ ലിഡ്. അത് ആറ്റ് ബെസ്റ്റ് ഇൻ ചിൽഡ്രൻസ് ആണ് പറയാ. ഞാൻ കൊടുത്ത 2 കേസും കുട്ടികളിലായിരുന്നു. അതുകൊണ്ട് കുട്ടികളിൽ കൂടുതൽ ഇൻഡിക്കേഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ കുട്ടികളാണ് ഞാൻ കൊടുത്ത 2 കേസും. പക്ഷെ ഒരു ടാസൽ ട്യൂമേഴ്സ് സോഫ്റ്റ് ആയി പോകാനായിട്ട് ഒരു 2 to 3 വീക്ക് റിപ്പീറ്റ് ചെയ്യണം. ഒരു 3 വീക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു റെസ്പോണ്ടും കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു റെമഡി അവിടെ ട്രൈ ചെയ്യാം, പ്ലറ്റാനസ് ഓക്സിഡന്റാലിസ്. ഇത് ഫേസ് പിരികം നിറ്റ് ഐബ്രോ പറയില്ലേ, പിരികം ഇങ്ങനെ കൂട്ടിമുട്ടുക, ഇതുപോലെ നിൽക്കുന്ന ഒരു ഐബ്രോ ഉണ്ടെങ്കിൽ അത് മെഡോറിനത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് എടുക്കാം. മെഡോറിനം, അതുപോലെ മെഡോറിനത്തിന് മൊത്തത്തിൽ ഹെയർ ബോഡിയിൽ കൂടുതലായിരിക്കും. ആദ്യം പറഞ്ഞ റൈനോസ്പോഡിയോസ് കേസിലും അതിൽ എടുത്ത ഒരു ഫിസിക്കൽ ഒബ്സർവേഷൻ ഇതും കൂടിയായിരുന്നു. ആ പേഷ്യന്റ് ഭയങ്കരമായിട്ട് ബോഡിയിൽ ഹെയർസ് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പൊ നിറ്റ് ഐബ്രോ ഒരു മെഡോറിനത്തിന് ഇൻഡിക്കേഷൻ. അതുപോലെ തന്നെ ബോഡിയിൽ ഇപ്പൊ ഒരുപാട് ഹെയർ ഉണ്ടെങ്കിൽ മെഡോറിനം ചിന്തിക്കാം. ഹെയർ ഓൺ അൺയൂഷ്വൽ പാർട്സ്, കയ്യിലൊക്കെ ഇതുപോലെ ഒരുപാട് ഹെയർസ് ഉള്ള ആൾക്കാരുണ്ട്, മെയിൽസിലായാലും ഫീമെയിൽസിലായാലും കുറെ ഹെയർസ് ഉണ്ടെങ്കിൽ തൂജ, മെഡോറിനം, കാസിനോസിൻ, തൈറോയിഡിനം, ലൈക്കോപോഡിയം. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് മെഡോറിനം കൊടുത്തിട്ടുണ്ട്. തൂജ എനിക്ക് ഈ സിംറ്റം വെച്ചിട്ട് കുറെ യൂസ്ഫുൾ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള റെമഡിയാണ് തൂജ. ഒരു പൈലോണിന്റെ സൈനസിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ തൂജയുടെ മറ്റു ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. തൂജയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാറിന്റെ ആ ബുക്കില് തൂജയെ കുറിച്ച് ഒറ്റ വാക്കാ പറയുന്നത്, കൺസീൽസ്, എല്ലാം ഒളിപ്പിച്ചു വെക്കും. തൂജയുടെ
തൂജ ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഡ്രഗ് ആണ്, അവന് ഭയങ്കര ജലസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ക്ലിനിക്കിൽ ഡോക്ടറുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും ഇവരൊരു സൈലീഷ് പോലെയൊക്കെ അപ്പറിയ, ഭയങ്കരമായിട്ട് ടിമിഡ് ആയിട്ട് ഭയങ്കരമായിട്ടും മൈൽഡ് ആയിട്ട് നിൽക്കുന്ന, നമ്മളെ കബളിപ്പിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് തൂജ. നമുക്ക് പെട്ടെന്ന് തൂജയുടെ അകത്തിരിക്കുന്ന ആനിമൽ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇവർക്ക് വയറ്റിൽ കിടന്ന ആനിമൽസ് ഓടുന്ന എന്നുള്ള ഫീലിംഗ് വരുന്നത്. അത്രത്തോളം അനിമൽ മൈൻഡ് മനസ്സിനകത്തിരിക്കുന്ന ആളാണ് തൂജ. അപ്പൊ ഇവര് പുറത്ത് ഭയങ്കര മൈൽഡ് ആയിട്ടും ഭയങ്കര ടിമിഡ് ആയിരിക്കും. എന്റെ ഒരു ആങ്സൈറ്റി ആരും തിരിച്ചറിയരുത്, അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള ഫിയർ ആരും തിരിച്ചറിയരുത് എന്ന് വിചാരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് തൂജ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു അപ്പൊ ഞാൻ പറഞ്ഞ പൈലോഡിയൽ സൈനസിന്റെ കേസിൽ ഈ ഒരു ഹെയറും പിന്നെ ആ പേഷ്യന്റെ ഇരിപ്പും, ആ ഒരു ടിമിഡ് ആയിട്ടുള്ള ഒരു എന്താണ് മുഖത്തേക്ക് ഐ കോണ്ടാക്ട് തരാത്ത ഒരു പാവം പിടിച്ചൊരു ഇരിപ്പും വെച്ചിട്ട് മാത്രം തൂജ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസിൽ നല്ലപോലെ ക്യൂർ കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസിന്റെ ക്രോണിക് ആയിട്ടുള്ള ഒരു ഗ്യാസ്ട്രൈറ്റിസ്, ഒരു 5 കൊല്ലത്തോളം അവർക്ക് എന്ത് ഫുഡ് കഴിച്ചാലും ഛർദില്. ഒരു 20 വയസ്സൊക്കെ ഉള്ള ഒരു PSC കോച്ചിങ്ങിനൊക്കെ പോകുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് കോച്ചിങ്ങിന് കൂടി പോകാൻ പറ്റുന്നില്ല. കാര്യം എന്ത് ഫുഡ് കഴിച്ചാലും ഈ ഗ്യാസ്ട്രൈറ്റിസ് വന്നിട്ട് ഛർദിലോടെ ഛർദില്. മെഡിസിൻ അലോപ്പതി എടുക്കുമ്പോൾ കുറയും, അത് കഴിയുമ്പോൾ കൂടും. നെക്സോമിക്കും അങ്ങനെ കുറച്ച് മെഡിസിൻ ഒക്കെ സ്പെസിഫിക് കൊടുത്ത് നോക്കി ആക്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ പേഷ്യന്റ് ആ ഒരു മൈൽഡ്നെസ്സും ഇതുപോലെ തന്നെ ഹെയറി, ലേഡി ആയിരുന്നു പക്ഷെ ആ കുട്ടിയുടെ കയ്യിൽ ഇതുപോലെ തന്നെ ഒരു ഹെയറിയും വെച്ചിട്ടൊരു തൂജ ട്രൈ ചെയ്ത് കൊടുത്തതാണ്. ഈ ഗ്യാസ്ട്രൈറ്റിസിൽ തൂജ നല്ലോണം വർക്ക് ചെയ്യും. കാര്യം ഗ്യാസ്ട്രൈറ്റിസിന്റെ ആ ഒരു എന്താ അവരുടെ ആ ഒരു മൈൻഡിന്റെ കോസേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഭയങ്കരമായ ഗിൽറ്റ് കകത്ത് കിടക്കുന്ന ഒരു കോസാണ് ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വരാൻ തന്നെ കാര്യം. അപ്പൊ അതിലും ഈ തൂജ ഒരു മൈൻഡ് ഫാക്ടർ വെച്ചും തൂജ വർക്ക് ചെയ്യും. പിന്നെ ഇതുപോലെ സിംറ്റം വെച്ചും തൂജ പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഹെയർ ഓൺ അൺയൂഷ്വൽ പാർട്സിൽ തൂജ മെഡോറിനം, കാസിനോസിനും, ലൈക്കോപോഡിയം, തൈറോയിഡിനും. ദെൻ മെഡോറിനത്തിന്റെ ഇപ്പൊ കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ മെഡോറിനത്തിന്റെ പറഞ്ഞത്, അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ഒന്നും കൂടി പറയാണ്. ഒരു കുട്ടി വരുമ്പോഴത്തേക്കും ബൈറ്റിംഗ് നെയിൽസ് ഉണ്ട്, കുറച്ച് കാണാൻ ഇച്ചിരി പൊക്കം കുറവാണ്, ഡ്വാർഫ് ആണ്, ഇച്ചിരി ഡാർക്കിഷ് ആണെന്നും വെച്ചോ. ഉറങ്ങുന്നത് നീച്ചസ് പൊസിഷൻ ആണ്. ഹെയറി ആം ഉണ്ട്, കുറച്ച് രോമം, ഹെയറി ആയിട്ടുള്ള ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കുന്ന റെസ്റ്റ്ലെസ്സും ഹൈപ്പർ ആക്ടിവിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ സെക്ഷൽ കുട്ടികളില് മാസ്റ്റർബേഷൻ അതുപോലുള്ള ഫീച്ചേഴ്സ് കാണുവാണെങ്കിൽ മെഡോറിൻ ഒരു ഇമ്പോർട്ടന്റ് റെമഡി തന്നെയാണ്. അവിടെ ചിന്തിക്കേണ്ട റെമഡിയാണ് മെഡോറിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ച് തന്നെ ഈ മെഡോറിനെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. ഈ മെഡോറിനും നമ്മൾ സൈക്കോട്ടിസ്റ്റിന്റെ നാട്രോമൂർ 2 ഫേസ് ഉണ്ട് മെഡോറിനത്തിനും കാസിനോസിനും പറഞ്ഞ പോലെ. നാട്രോമൂറിനെ പോലെ എല്ലാം മനസ്സിലൊതുക്കി അകത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീച്ചറും ഉണ്ട്, എന്നാൽ മനസ്സിലെ ലാക്കസിന്റെ ജലസിയും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഒരു സ്റ്റേജിൽ എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് ഭയങ്കര ഔട്ട് ബേസ്റ്റ് ഓഫ് ആങ്കർ വരുന്ന ഒരു സ്റ്റേജും മെഡോറിനത്തുണ്ട്. അപ്പൊ ഈ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ആങ്കർ വരുന്ന കുട്ടികളിൽ, ഭയങ്കര ആങ്കർ വരുന്ന കേസുകളിലും ഈ മെഡോറിന് നമുക്ക് ട്യൂബർക്കുലിനും ചിന്തിക്കുന്ന പോലെയോ ഒരു ചമോമില് ചിന്തിക്കുന്ന പോലെയോ ഒക്കെ മെഡോറിനും ചിന്തിക്കാം. ഒരു ആസ്മ കേസ്, ക്രോണിക് ആസ്മ കേസിൽ ഇതുപോലെ കുറെ മെഡിസിൻ കൊടുത്തിട്ട് അങ്ങനെ അക്യൂട്ട് സ്പെസിഫിക് ഒന്നും കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആസ്മ, നല്ല ആസ്മയുണ്ട്. ഒരു 18 വയസ്സൊക്കെ ഉണ്ട് ആ കുട്ടിക്ക്. അപ്പൊ ചോദിച്ച 18 വയസ്സില്ല, ഒരു 12 വയസ്സൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ അമ്മ പറഞ്ഞ എന്താണ് ഒരു മെന്റൽ ഫീച്ചർ ചോദിച്ചപ്പോ പറഞ്ഞ ഭയങ്കരമായ വാശി. വാശി എന്ന് വെച്ചാല് വാശി കയറിയാല് ട്യൂബക്കുലം പോലെ തന്നെ താഴ്ത്തി കിടന്ന് ഉരുളും, വാശി പിടിക്കും, അലർന്ന് അപ്പുറത്തെ വീട്ടുകാർക്ക് വരെ കേൾക്കാം. അപ്പൊ ആങ്കറിന്റെ ആ ഒരു ഔട്ട് ബേസ്റ്റ് വെച്ചിട്ട് വേറൊരു സിംറ്റം കിട്ടാത്തതുകൊണ്ട് ഇതൊരു മെഡോറിനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷെ ആ കേസ് അങ്ങനോട് ക്യൂർ ആയിപ്പോയി. അപ്പൊ അങ്ങനെ ഈ ട്യൂബക്കുലം പോലെയൊക്കെ നമ്മൾ ആങ്കർ ഫേസിൽ, ടെമ്പർ ടാൻട്രം എന്ന് പറയുന്ന ഫേസിൽ ഒരു എക്സ്ട്രീം ആങ്കർ ഉണ്ടെങ്കിൽ മെഡോറിന് സൈക്കോട്ടിസ്റ്റിന്റെ 2 എക്സ്ട്രീമും കവർ ചെയ്യുന്ന ഒരു എന്താ മൈൽഡ് മീൻസ് മിണ്ടാതിരിക്കുന്ന, എല്ലാം മനസ്സിൽ ഒതുക്കി വെക്കുന്ന ഒരു ഇതും അത് എക്സ്ട്രീമിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അവസ്ഥയും, എക്സ്ട്രീം ആൻഡ് എക്സസ് ആണ് മെഡോറിനത്തിന്റെ കീനോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഫേസും മെഡോറിനത്തിന് വരുന്നുണ്ട്. അപ്പൊ കുട്ടികളിൽ ഈ മാസ്റ്റർബേഷൻ ഒക്കെ വരുവാണെങ്കിൽ മെഡോറിനെ ഉറപ്പായിട്ടും ചിന്തിക്കുക. അതുപോലെ തന്നെ ക്രുവൽറ്റി ടുവേർഡ്സ് ആനിമൽസ്. വീട്ടിൽ പെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം അതിന് താലോലിച്ച് തോളത്തെടുത്ത് നടക്കും, പിറ്റേ മാസം അതിനെ വാലപ്പിട്ട് ചുരുട്ടി അടിച്ചു കൊന്നു എന്നും പറഞ്ഞു കേൾക്കാം. അപ്പൊ ഇതാണ് മെഡോറിനത്തിന് 2 എക്സ്ട്രീം എന്ന് പറയുന്നത്. ക്രുവൽറ്റി ടുവേർഡ്സ് ദ പെറ്റ്സിൽ മെഡോറിനം ഒരു സിംഗിൾ ഡ്രഗ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ടീത്ത് നോക്കുമ്പോഴത്തേക്കും ടീത്തിൽ ഇതുപോലെ ടാർട്ടാർ ഉണ്ടെങ്കിൽ, അല്ല ബാസിലിനത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് സിംറ്റം ആണ്. ബോറിക്കിൽ തന്നെ പറയുന്നത് ടാർട്ടാർ ഇൻ ദ ടീത്ത്, ബാസിലിന്. ഇപ്പോൾ റെസ്പിറേറ്ററി കംപ്ലൈന്റ് അതുപോലത്തെ കംപ്ലൈന്റിൽ കുട്ടികൾ ഇതുപോലൊരു ഇൻഡിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബാസിലിനും എന്തായാലും അവിടെ ചിന്തിക്കാം. അതുപോലെ തന്നെ കാൽക്കേരിയ റീനാലിസ്, അതിലും ഇതുപോലെ ടാർട്ടാർ ഓഫ് ടീത്ത് വരുന്നുണ്ട്. ദെൻ ഫ്രഗേറിയ നമ്മൾ റീനൽ കാൽക്കുലേക്ക് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. അതിലും ഇതുപോലെ തന്നെ ടാർട്ടാർ ഓഫ് ടീത്ത് വരുന്നുണ്ട്.
ഇതൊക്കെ ഈ ടാറ്റാർ ഓഫ് ടീത്ത് ഒക്കെ നമ്മൾ ഡെന്റിസ്ട്രിയിൽ പോയാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ചുരണ്ടിക്കളയും, പിന്നെ കഴിയുമ്പോഴത്തേക്കും പിന്നെ അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കും റിക്കറന്റ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഭയങ്കര സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഈ വിസ്ഡം ടൂത്ത് ഇമ്പാക്ഷൻ, ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ശരിക്കും ഇതൊന്ന് പരസ്യം ചെയ്യേണ്ട സംഭവമാണ്. ഈ വിസ്ഡം ടൂത്ത് ഇമ്പാക്ഷനിൽ ഹോമിയോപ്പതിയുടെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. കാര്യം ഇതിന്റെ ഒരു അലോപ്പതിക് മോഡ് ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒന്ന് സർജറി ചെയ്യും. പക്ഷെ ആ സർജറി എന്ന് പറയുന്നത് നമ്മുടെ എല്ല് മുറിച്ചിട്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സർജറി പ്രൊസീജിയർ ആണ്. കഴിഞ്ഞ ഒരു 1 വീക്ക് വേണം പേഷ്യന്റ് ഒന്ന് റിക്കവർ ആയിട്ട് വരാൻ. എല്ല് മുറിച്ചിട്ടാണ് ആ വിസ്ഡം ടീത്തിന് ഒരു സർജറി ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരു ചെറിയാന്തസ് ചെറി എന്ന് പറയുന്നത് ഒരു റയർ മെഡിസിൻ ഉണ്ട്, ഭയങ്കര എഫക്റ്റീവ് ആണ്. 1-2 കേസിന് ഞാനും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു MD സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് MD ചെയ്ത കുറച്ച് ഫ്രണ്ട്സ് തമ്മിൽ ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് മെഡിസിൻസ് ഒക്കെ തോന്നുകയാണെങ്കിൽ ഡൗട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യും. അപ്പൊ എന്തെങ്കിലും മെഡിസിൻ എഫക്റ്റീവ് ആണെന്ന് തോന്നിയാൽ ഗ്രൂപ്പിലേക്ക് ഇടും, ഗ്രൂപ്പിൽ അവരും കൊടുത്തു നോക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് 2-3 ഫ്രണ്ട്സ് നമ്മൾ ഒരുമിച്ച് പിന്നെയും കൊടുത്തു നോക്കിയിട്ട് കുറെ പേഷ്യന്റിന് റിസൾട്ട് കിട്ടിയ, ഓൾറെഡി റിസൾട്ട് ഉണ്ട്, എന്നാലും നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടെ മനസ്സിലാവുക. ചെറിയാന്തസ് ചെറി ഭയങ്കര എഫക്റ്റീവ് കിട്ടിയ റെമഡിയാണ്. 3x കുറച്ചും കൂടി ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നു, പക്ഷേ 3x കിട്ടിയിട്ടില്ല, 30 ആണ് കൊടുത്തിട്ടുള്ളത്. 30 നല്ല ഇൻഡിക്കേഷൻ ആണ്. ഒരു TDS ഒക്കെ ഒരു 1 വീക്ക് കഴിഞ്ഞാൽ ആ പെയിൻ ഭയങ്കര സിവിയർ പെയിൻ ആണ്. വിസ്ഡം ടൂത്തിന്റെ പെയിൻ അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. അത്ര സിവിയർ ആയിട്ട് ആ ഒരു കണ്ണിൽ എഫക്റ്റഡ് ആയി വാ തുറക്കാൻ പറ്റത്തില്ല, കണ്ണുനീരൊഴുകും, മൂക്കിന്നൊഴുകും, ആ ഒരു ഒരു ട്രൈജമൻ ന്യൂറാജിയൊക്കെ പോലെ സിവിയർ ആയിട്ട് വരുന്ന ഒരു പെയിൻ ആണ് ഈ വിസ്ഡം ടൂത്തിന്റെ പെയിൻ എന്ന് പറയുന്നത്. അതിൽ ചെറിയാന്തസ് ഒരു ഓൾമോസ്റ്റ് സ്പെസിഫിക് ഡ്രഗ് തന്നെയാണ്. എന്നിട്ട് ചെറിയാന്തസ് കൊടുത്തിട്ട് പിന്നെ എങ്ങാനും റിക്കറൻസിന്റെ ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഫ്ലൂറിക് ആസിഡ് 200 ഡോസ് കൊടുത്താൽ പിന്നെ അതിന്റെ റിക്കറൻസ് വരത്തില്ല. മാക്കാർബ് ഞാൻ കൊടുത്തു നോക്കിയിട്ടൊന്നുമില്ല. അത് റെപ്പട്രിയിലും റൂബ്രിക്കിലും പറയുന്നുണ്ട് എഫക്റ്റീവ് ആയെന്ന് പറയുന്നുണ്ട്. ചേച്ചി 10:18 ഓക്കെ, ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സും പൊട്ടൻസും ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇടയ്ക്ക് ആരെങ്കിലും ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ 2-3 സ്ലൈഡും കൂടി പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലും ഇന്ററപ്റ്റ് ചെയ്യാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈൻഡ്ലി അത് ചെയ്യണം. ദെൻ സെറേറ്റഡ് ടീത്ത്, ഇതുപോലെ തന്നെ കപ്ഡ് ആയിട്ടുള്ള സെറേറ്റഡ് ആയിട്ടുള്ള ടീത്ത് കാണുകയാണെങ്കിൽ സിഫിലിനം, ബാസിലിനം, മെഡോറിനം, ട്യൂബർക്യൂലിനം. ഈ ഫിസിക്കൽ ഒബ്സർവേഷൻ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. ഒരു OA കണ്ടീഷൻ, ഒരു ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ഒരു ഡീജനറേറ്റീവ് ലേഡി ഉണ്ടായിരുന്നു, 60 വയസ്സൊക്കെ ഉണ്ട്. അവർക്ക് മുട്ടിങ്ങനെ കൈ താങ്ങിയാണ് നടക്കുന്നത്. അപ്പൊ അവർക്ക് ആകെ കിട്ടിയ ഒരു ഒബ്സർവേഷൻ, ഈ പല്ല് ഇതുപോലെ ഭയങ്കര മാലക്കൂറായിട്ട് നിൽക്കുന്ന ഭയങ്കര സെറേറ്റ്, കുട്ടികളിലെ കുറച്ചും കൂടി ഇൻഡിക്കേറ്റർ. പക്ഷെ അത് വലിയ ആൾക്കാരിൽ ഇങ്ങനെ ഒരു ടീത്ത് കിട്ടുമെന്ന് വെച്ചാൽ അതൊരു റയർ പെക്യുലർ സിംറ്റം തന്നെയാണ്. അപ്പൊ ഈ ഒരു സിംറ്റം കണ്ടുകൊണ്ട് അവർക്ക് നൈറ്റ് അഗ്രവേഷൻ ഉണ്ട്, പെയിൻ എന്തായാലും ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ പെയിൻ നൈറ്റ് അഗ്രവേഷൻ ഉണ്ട്. എന്തായാലും സിഫിലിനം 10 2 ഡോസും അതിന്റെ ഒപ്പം ഓസ്റ്റിയോആർത്രൈറ്റിസ് നോസോട് 200 കൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ദിലീപ് സാറ് പറഞ്ഞു, എന്താണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിക് നോസോട് 200 ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു 7 ഡേയ്സ് കൊടുക്കുക, എന്നിട്ടൊരു ഗ്യാപ്പ് ഇടുക. ഞാനും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, വേറൊരു മെത്തഡിൽ കൊടുത്തു നോക്കിയിട്ടില്ല. അതും കൂടി കൊടുത്തിട്ട് ആ പേഷ്യന്റിന് കുറെ നാളായിട്ട് ലോങ് സഫറിങ് ആയിരുന്നു, പക്ഷേ ആ പേഷ്യന്റിന് നല്ലപോലെ ഒരു വ്യത്യാസം കിട്ടി. ഈ ഇതുപോലുള്ള ക്ലിനിക്കൽ സയൻസ് കപ്ഡ് ആൻഡ് സെറേറ്റഡ് ടീത്ത് ഒക്കെ എപ്പോഴും ഒരു നോസോഡിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. സിഫിലിനും ആകാം, ബാസിലിനും ആകാം, മെഡോറിനും ആകാം, ട്യൂബർക്കിളിനും ആവാം. അപ്പൊ അങ്ങനത്തെ നോസോഡുകളെ കുറിച്ച് അങ്ങനത്തെ ഫീച്ചേഴ്സ് കിട്ടിയാൽ ചിന്തിക്കാം. ദെൻ ഇനാമൽ, പല്ല് നല്ല മഞ്ഞച്ച് കാണുക, ചിലരുടെ പല്ല് നല്ല മഞ്ഞച്ച് കാണുകയിൽ ബാസിലിനം ഒരു ഇമ്പോർട്ടന്റ് റെമഡിയാണ്. അതുപോലെ തന്നെ സിലീഷ്യയും കാൽക്കേരിയ ഫ്ലൂറേറ്റും ചിന്തിക്കാം. ഈ പല്ലില് ഡെഫിഷ്യന്റ് ആയിട്ട് ചില കുട്ടികളുടെ നമ്മൾ നഖത്തില് വെള്ളപ്പാട് പറഞ്ഞ പോലെ പല്ലില് വെള്ളപ്പാട് കാണുമല്ലോ, അതിന് കാൽക്കേരിയ ഫ്ലൂർ ആണ് അതിന്റെ റെമഡി എന്ന് പറയുന്നത്. എന്നൊരു പേഷ്യന്റ്, നമ്മള് പലതരം ചിരിയുണ്ടല്ലോ, ആക്കി ചിരിയുണ്ട്, സാർഡോണിക് ചിരിയുണ്ട്, ഗിഗ്ലിംഗ് ഉണ്ട്, കളിയാക്കി ചിരിയുണ്ട്, പല ചിരികളുണ്ട്. അപ്പോ ചില ചിരികള് ജോയ്ലെസ് സ്മൈൽ എന്ന് നമുക്ക് പറയാം. മുഖത്ത് ഒരു ചിരിയുടെ ഇങ്ങനെ ഒരു ആക്ഷൻ മാത്രമേ ഉള്ളൂ, ഒരു സന്തോഷം. അവർ ചിരിക്കുകയല്ല, കാണിക്കാൻ വേണ്ടി ചിരിക്കാന്ന് നമുക്കറിയാം. ജോയ്ലെസ് ലൗഫിംഗിൽ വരുന്ന റെമഡിയാണ് ലൈക്കോപോഡിയം. നോക്കിയാലും മാത്രം ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ചിരിച്ചു കാണിക്കും. ലുക്ക് ഓൺലി വെൻ, നോക്കുമ്പോൾ മാത്രം ചിരിച്ചു കാണിക്കുന്ന ഡ്രഗാണ് ലൈക്കോപോഡിയം എന്ന് പറയുന്നത്. അതുപോലെ ലൈക്കോപോഡിയത്തിന്റെ മറ്റു ഒബ്സർവേഷൻ, ഡ്രൈ നമ്മള് കൈ നോക്കിയാൽ ഡ്രൈ ഷ്രങ്കൻ ആയിട്ടുള്ള ഒരു പാമായിരിക്കും ലൈക്കോപോഡിയത്തിന്റെ. ദെൻ ഈ നമ്മള് ആന്റിഡാർലർ പറയുന്ന പോലെ ഫ്ലാപ്പിംഗ് അലാർനേസിയും ക്രസ്റ്റ് ഓൺ ദ നോസ് ഭയങ്കര ഇമ്പോർട്ടന്റ്. കുട്ടികളിൽ നമ്മൾ പീഡിയാട്രിക് കേസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര നമ്മള് കാലിബേക്കും എല്ലാം ഉണ്ടെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷനിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ ആണ്. മൂക്കിന്റെ അത് പൊറ്റ പിടിച്ച പോലെ ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ കിടന്നിറങ്ങുമ്പോൾ ശ്വാസം മുട്ടലിന്റെ കൂടി ഞാൻ ഒന്ന് രണ്ട് കുട്ടികളിൽ ഇതുപോലെ കൊടുത്തിട്ടുള്ള എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു കേസ്, ഒരു ആസ്മ കേസിൽ ആദ്യം വന്നപ്പോഴത്തേക്കും ഈ ഒരു വയസ്സിൽ താഴെയാണ് കുട്ടി. ആദ്യം വന്നപ്പോൾ ആന്റിബയോട്ടിക് കൊടുത്ത് പിടിച്ചു നിന്നു. പിന്നെ ഈ നമ്മൾ സ്പെസിഫിക് വെച്ചാൽ ചില കേസ് റിക്കറൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം തന്നെയാണ്. രണ്ടാമത്തെ കേസിൽ ആന്റിബയോട്ടിക് നിൽക്കുന്നില്ല, പിന്നെ എപ്പിക്കാക്ക് കൊടുത്ത് നിൽക്കുന്നില്ല, രണ്ടു ടിഞ്ചർ വരെ കൊടുത്ത് നോക്കി നിൽക്കുന്നില്ല. പിന്നെ പേഷ്യനോട് ഞാൻ തന്നെ അവരും ഓൾമോസ്റ്റ് അവർക്ക് ഡോക്ടറെ കാണേണ്ട, നമുക്കൊരു പീഡിയാട്രീഷ്യൻ റെഫർ ചെയ്യേണ്ട സ്റ്റേജ് ആയി. എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിച്ചു, നെബിലൈസ് ചെയ്തോ, എന്നാലും ഒന്നും കൂടി കേസ് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ കുട്ടിയുടെ കുറച്ച് എന്താണ് ഇവന്റെ കുട്ടിയുടെ എന്താ ഒരു പ്രത്യേകത പറയാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവന് ഭയങ്കര പേടിയാണ് ഡോക്ടറെ, വേറെ ആരുടെ അടുത്തും പോകൂല, രണ്ട് സിംറ്റം പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയ മൂക്കിൽ ഇതുപോലെ ക്രസ്റ്റും ഉണ്ട്, കുട്ടി ഹോട്ടാണ്. ലൈക്കോപോഡിയം ഞാൻ കൊടുത്തു വിട്ട് പറഞ്ഞു ഇത് വായിലിട്ട് കൊടുത്തിട്ട് നിങ്ങൾ പീഡിയാട്രീഷ്യൻ്റെ അടുത്തേക്ക് പൊക്കോന്ന് പറഞ്ഞു. അവരെന്തായാലും പോയി. അവിടെ ചെന്ന് ഒരു 1 hour ഗ്യാപ്പ് ഉണ്ട് അവിടെ നിന്നും പീഡിയാട്രീഷ്യന്റെ അവിടെ ആയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി കഫം വൊമിറ്റ് ചെയ്തു. കഫം വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവൾ കരച്ചിലൊന്നും കുട്ടിയുടെ നിന്നു, ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും. കരച്ചിൽ നിന്നു. അപ്പൊ പീഡിയാട്രീഷ്യൻ പറഞ്ഞു വേണമെങ്കിൽ രാത്രി ഒന്നും കൂടി വലിയ കുഴപ്പമില്ല, ചെറിയ കഫക്കെട്ടിലേ ഉള്ളൂ, ഒത്തിരി മരുന്നും കൊടുത്തിട്ട് വേണമെങ്കിൽ നാളെ നോക്കിയിട്ട് ഒന്നും കൂടി വായോ എന്നും പറഞ്ഞിട്ട് അവര് പറഞ്ഞു വിട്ടു. കാരണം അഡ്മിറ്റ് ചെയ്യാൻ പാകത്തിനൊന്നും ഉണ്ടായില്ല. ഇവിടുന്ന് അഡ്മിറ്റ് ചെയ്യാൻ പാകത്തിനെ പറഞ്ഞു വിട്ടത്. എന്തായാലും അന്നൊരു രാത്രി ആ കുട്ടി ഒരു ചുമ കൂടി ചുമക്കാണ്ട് കിടന്നുറങ്ങി. അപ്പൊ ഈ ക്രസ്റ്റ് ഓൺ ദ നോസും ഇതുപോലെ ഒരു ഇൻട്രോവേർട്ട്നെസ്സും ഒരു ഹോട്ടും ഉണ്ടെങ്കിൽ എന്തായാലും അക്യൂട്ട് കണ്ടീഷനിൽ ലൈക്കോപോഡിയം ചിന്തിക്കാം. കുട്ടി എക്സ്ട്രോവേർട്ട് ആണ്, എല്ലാരും വിളിക്കുന്ന പോണ കുട്ടി, ഒരു ഹോട്ട് പേഷ്യന്റ് ആണ്, സ്വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രോണിക് കണ്ടീഷനിൽ സൾഫർ എപ്പോഴും ചിന്തിക്കാവുന്ന റെമഡിയാണ്. ദെൻ ഫിയർ എനിത്തിങ് ന്യൂ, ലൈക്കോപോഡിയം ഫിനിഷ് ചെയ്യുക. ഫിയർ എനിത്തിങ് ന്യൂ, ചില കുട്ടികൾ ക്ലിനിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അമ്മ ഞാൻ വരുന്നില്ലമ്മേ ഇഞ്ചക്ഷൻ എടുക്കും, അമ്മയെ പേടി, അമ്മയെ പറഞ്ഞ് അമ്മമാര് വലിച്ച് ക്ലിനിക്കിൽ കൊണ്ടുവന്ന് ഇരുത്തുന്ന, ഒരു ഫസ്റ്റ് വിസിറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തുന്ന കുട്ടികളുണ്ടാവും. ഫിയർ എനിത്തിങ് ന്യൂ, പുതിയൊരു സിറ്റുവേഷനിലേക്ക് ചെല്ലാനായിട്ട്, അത് ലൈക്കോപോഡിയം കുട്ടിയാണ്. അങ്ങനെ ഒരു കുട്ടി ക്ലിനിക്കിന്റെ വാതിക്കേറി ഞാൻ വരുന്നില്ലമ്മേ അവിടെ ഇഞ്ചക്ഷൻ ഉണ്ടാമേ ഇതാമേന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ലൈക്കോപോഡിയം ചിന്തിക്കുക. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് സിംറ്റം ആണ് ഇത്, ബോറിക്കില് ഹെഡില് ഫസ്റ്റ് ലൈന് പറയുന്ന സിംറ്റം. ഇത് നോക്കുക, ഒരു പേഷ്യന്റ് വരുമ്പോ ഇങ്ങനെ ഒരു അപ്പാരന്റ് ഷേക്ക് ഹെഡ് വിതൗട്ട് അപ്പാരന്റ് സിംറ്റം, ടറ്ററിംഗ് എന്നാണ് അതിന്റെ ഒരു ക്ലിനിക്കൽ ടേം. അത് ഏർലി പാർക്കിൻസൺ ഡിസീസിന്റെ, അതൊരു ഡയഗ്നോസ്റ്റിക് ആയിട്ടുണ്ടാവില്ല, പക്ഷെ അതിന്റെ ഒരു പേഷ്യന്റ് വന്നിട്ട് ഇങ്ങനെ ഒരു കണ്ട് ബ്യൂട്ടിഫുൾ എന്ത് ലെസ് ആയിട്ടാണ് ബോറിക്കുലർ സിംറ്റംസ് കോറിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഷേക്കിംഗ് ഉണ്ടെങ്കിൽ അത് ഏർലി പാർക്കിൻസന്റെ ഒരു സിംറ്റം ആണ്. അത് ലൈക്കോപോഡിയം എന്ന റെമഡി നമുക്കൊരു ക്ലിനിക്കൽ ഡയഗ്നോസിന് മുന്നേക്ക് എത്തുകയാണെങ്കിൽ ലൈക്കോപോഡിയം എന്ന റെമഡിയോട് ചിന്തിക്കുക. ബോറിക്കിൽ അങ്ങനെ തന്നെ ലൈൻ പറയുന്നുണ്ട്, ഷേക്ക് ദ ഹെഡ് വിത്തൗട്ട് അപ്പാരന്റ് സിംറ്റം. നമ്മുടെ ടൈം സ്റ്റോപ്പ് ചെയ്യണോ? നെക്സ്റ്റ് ഒരു ഡ്രഗും കൂടി പറയുന്നു. എന്തെങ്കിലും ഒപ്പീനിയൻസോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡ്രഗ് ഓഫ് ചോയ്സോ പൊട്ടൻസി ഒക്കെ ഉണ്ടെങ്കിൽ സജഷൻ പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗും കൂടി പറയാം. ഡോക്ടറെ അല്ല, നിങ്ങൾ പറഞ്ഞു നിർത്തും ഡോക്ടറെ. ഈ പറഞ്ഞ ഡിസ്കഷൻ ഉള്ളപ്പോഴാണ് ഇപ്പൊ ഒരുപാട് കണ്ടന്റ് വന്നു കഴിഞ്ഞു, ഇത്രയും കൂടെ ബ്രെയിനിൽ നിൽക്കൂല, ആ പ്രശ്നം. ഒരു ക്ലാസ് കൂടി നമുക്ക്, ഒന്നല്ല ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തരണം. ഇത് നല്ല ഇതാണ്, നമ്മുടെ ഒരു ഇതുള്ളതുകൊണ്ടാണ്, ടൈം മാനേജ്മെന്റ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ട് ചേച്ചി. എൻ്റെ ഒരു കേസാണ്. ആ കേസ് ആ ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്, ഇത് ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞൊരു കേസാണ്. ആറയുണ്ട്, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. ഹൈപ്പോതൈറോയിഡിസത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറേക്കാണ് ട്രീറ്റ്മെന്റ് ചെയ്യാം നമ്മുടെ അടുക്കെ വന്നത്. അപ്പം ഈ ചേച്ചി ആണെങ്കിൽ അമ്മയും അച്ഛനും മരിച്ച ഒരു സമയത്താണ് ആദ്യം വന്നത്. അച്ഛൻ മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് അതിന്റെ സിംറ്റംസ് വരുന്നത്, അത് ഡയഗ്നോസ് ചെയ്യണത്. അത് കഴിഞ്ഞ് അത് ആയുർവേദ ട്രീറ്റ്മെന്റിൽ അത് ഓക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം, രണ്ടാമത്തെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത റെക്കറൻസ് വന്നത്. അപ്പോൾ പക്ഷെ ഒരുപാട് ഇമോഷണൽ സഫറിങ്സും സപ്രഷൻസും ഒരുപാടുണ്ട് ഈ ചേച്ചിക്ക്. അപ്പൊ എനിക്ക് നാട്രമ്യൂർ കൊടുക്കണോ, സ്റ്റാഫിസാഗിരി കൊടുക്കണോ, പിന്നെ ഒരു ഇൻഡിഗ്നേഷൻ ഭയങ്കരമാണ്. എന്നെ ആരും വാല്യൂ ചെയ്യണില്ല, പക്ഷെ ആള് പ്രതികരിക്കാണ്ടിരിക്കുന്ന ആളുമല്ല. അങ്ങനെ വാല്യൂ പോകുന്ന സാഹചര്യങ്ങളിൽ ആള് പറയുകയും ചെയ്യും. ഒരു ഇൻജസ്റ്റിസ് തോന്നിക്കഴിഞ്ഞാൽ ആളത് തുറന്ന് പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാനിപ്പോ നാട്രമ്യൂർ ആണ് കൊടുത്തു വിട്ടേക്കുന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ? നാട്രമ്യൂർ വരാം, സ്റ്റാഫിസാഗ്രി വരാം. ഒരു ഡ്രഗ് ഓഫ് ചോയ്സും കൂടെ എനിക്ക് തോന്നുന്നത് അംബ്രാഗ്രേഷ്യ ചിന്തിക്കാം. കാര്യം അംബ്രാഗ്രേഷ്യയിൽ ഇപ്പൊ 2 റിപ്പീറ്റഡ് ഡെത്ത് ഉണ്ടായി. എനിക്ക് കുറച്ച് വോയിസ് കൂടി കേൾക്കുന്ന കുറവാണ്, അങ്ങനെ ഞാൻ കേട്ടിരുന്നു അല്ലെ, 2 റിപ്പീറ്റഡ് ഡെത്ത് ഉണ്ടാവും. അങ്ങനെ അംബ്രാഗ്രേഷ്യയുടെ ഇമ്പോർട്ടന്റ് എയിൽമെന്റ് ആണ് റിപ്പീറ്റഡ് ഡെത്ത് ഇൻ ദ ഫാമിലി. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഒരു
4 വർഷത്തിന് ഗ്യാപ്പിലാണ്. അച്ഛൻ ഉം. മരിച്ച് ഒരു 4 വർഷം കഴിഞ്ഞാണ് അമ്മ മരിച്ചത്. അമ്മ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷമായി. ഒരു വർഷമായി. ഉം. അങ്ങനെ പിന്നെ അവർക്ക് ആ ഒരു അംബ്രാഗ്രേഷ്യയുടെ പോലത്തെ എന്താ പറയാ ഒരു നെർവസ്നെസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അംബ്രാഗ്രേഷ്യ ചിന്തിക്കാം, അല്ലെങ്കിൽ നാട്രമോർ സ്റ്റാഫ് ചിന്തിക്കാം. എന്താണ് അവരുടെ ആ ഒരു റിയാക്ഷൻ എന്നുള്ളത് കൂടി നോക്കുക. ഒരു സങ്കടം വന്നിട്ട് അവർക്ക് എന്താണ് റിയാക്ഷൻ ഉള്ളതെന്നും കൂടി കുറച്ചും. പിന്നെ ജനറൽസ് നോക്കുക. മൈൻഡ് മാത്രം കൊടുത്തിട്ട് നോക്കിയാലും വർക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ കുറച്ചും കൂടി ജനറൽ ഫീച്ചേഴ്സും വിത്ത് മൈൻഡ് ആയിരിക്കും കുറച്ചും കൂടി ഞാൻ എഫക്റ്റീവ് ഓൾറെഡി ആയിട്ട് കിട്ടുക. അക്യൂട്ട്ലി ഇങ്ങനെ റെസ്റ്റോക്സ്, ലഡം, അതുപോലെ നമ്മുടെ ബ്രയോണിയെ കൊടുത്ത് മാനേജ് ചെയ്ത് വെച്ചേക്കണ ഒരു കേസാണ്. ഇപ്പൊ അവർക്കപ്പം ഇപ്പൊ ആള് പ്രസന്റ്ലി അത്ര കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരെണ്ണം കൊടുക്കാന്നുള്ള രീതിക്കാണ്. പിന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞ നാട്രമൂറിനെ കുറിച്ച് സിംറ്റംസ് പറഞ്ഞ ആ കണ്ണുരുട്ടണ, ഉം. കണ്ണീര് പുറത്തേക്ക് വീഴാൻ സമ്മതിക്കത്തില്ല, അതൊക്കെ ശരിക്കും ഇന്നിപ്പോ ഞാൻ ഇന്ന് വന്നായിരുന്നു ആ കേസ്. അപ്പൊ ഞാനത് ചേച്ചി അത് പറഞ്ഞപ്പോ എനിക്കത് സ്ട്രൈക്കായി. നാട്രമോർ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. പൗഡർ ഡോസിൽ റിപ്പീറ്റ് ചെയ്യാതെ വേണമെങ്കിൽ എന്താ നമ്മുടെ 30 ml ഒരു ഡോസ് ഇട്ടിട്ട് അത് ഒരു ഓൾട്ടർനേറ്റ് ഡേ കഴിക്കാൻ പറയുന്നത് കുറച്ച് റിപ്പീറ്റേഷൻ കിട്ടുന്ന രീതിയിൽ. നമ്മളിപ്പോൾ ഒറ്റ ഡോസ് എന്നും പറഞ്ഞ് നിന്നാൽ ചിലപ്പോൾ അത് ആക്ട് ചെയ്യണമെന്നില്ല. അങ്ങനെ നോക്കിയിട്ട് പേഷ്യന്റിന് എപ്പോഴാണ് റിപ്പീറ്റേഷൻ വേണ്ടതെന്നുള്ള രീതിയിൽ കുറച്ച് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോയി നോക്കുക. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? പ്രകാശ് സാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. സാറിന്റെ എനിക്കൊന്ന് ലാസ്റ്റ് ഒരു മീറ്റിംഗ് IUPHലായിരുന്നു. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 4 അതെ സർ. അധ്യാപക ദിനമായിരുന്നു. അതിന്റെ അടുത്ത ദിവസം ഞാൻ കൊണ്ടാണ്. കണ്ടിരുന്നു അത്. ഞാൻ IFPHൽ സാറിന്റെ കുറെ വീഡിയോസ് തപ്പിപ്പിടിച്ച് കണ്ടു, സാറിന്റെ ആ ക്ലാസ് ഒന്നും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് ഭാവിയെ കുറിച്ചൊക്കെ ഉള്ള പ്രതീക്ഷയോടെ സാർ സംസാരിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഹോമിയോപ്പതിയുടെ ഭാവി എങ്ങനെയാണ്, കുട്ടികളെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ എനിക്കൊരു ചോദ്യം ഡോക്ടർ രശ്മിയോട് ചോദിക്കാനുള്ളത്, ഇത്രയും നല്ല അധ്യാപകന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേര് ആ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ള ചോദ്യമാണ് എനിക്കുള്ളത്. അതെങ്ങനെ ചോദിച്ചാല് കുറവാണ് സാർ. നമ്മള് കുറെ കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കേണ്ടി വരും. നമ്മള് ഇപ്പൊ കഴിഞ്ഞ തവണ യഹിയ ഡോക്ടർ ഒരു ഫിനിഷിംഗ് സ്കൂളിന്റെ കാര്യം പറഞ്ഞത് അത് യഥാർത്ഥമായിട്ട കാര്യമാണ്. ഞാനും ഇതുപോലെ കുറെ സാറുമാരുടെ അടുത്ത് പോയി കുറെ കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാലേ കുറെ കാര്യങ്ങൾ കിട്ടും. ഇപ്പോഴും പല സാറുമാർ ഇപ്പൊ IFPHനോട് എനിക്ക് ക്ലാസ് എടുക്കാൻ വിളിച്ചതിൽ മാത്രമല്ല നന്ദി പറയാനുള്ളത്, ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി തുറന്ന് തന്നത് വലിയൊരു കാര്യമാണ്. എനിക്കുള്ളൊരു കുറച്ച് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി എനിക്ക് ഉണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറുള്ളതാണ്, നിങ്ങളൊരു വർഷം മുഴുവനും സെമിനാറിന് വേണ്ടി നടക്കുന്നതിനേക്കാളും കൂടുതൽ എത്രയോ വലിയ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും. നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കും, ഓരോ ഡോക്ടേഴ്സിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ക്ലാസ്സിന് ഒരു പോയിന്റ് ആയി നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുമെന്ന് എന്റെ ഒരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയോട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. അതെ, എപ്പോഴും അൺപ്രജുഡൈസ്ഡ് ഒബ്സർവർ ആയിരിക്കണം എന്നേ എനിക്കും പറയാനുള്ളൂ. അതെ സർ. അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഇത്ര നല്ല അധ്യാപന ക്ലാസ് ഉണ്ടായിട്ടും പലപ്പോഴും ഈ പാറപ്പുറത്ത് വിതച്ച വിത്ത് എന്ന് പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ അതെ സർ, അതൊരു സങ്കടമുള്ള കാര്യം യഥാർത്ഥത്തിൽ തന്നെയാണ്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനത്തിലെ തകരാറ് വളരെ വ്യക്തമാണ്. അത് അത് ശരിയാണ്, സാറ് പറയുന്നത് 100% ശരിയാന്ന് തന്നെ അതെനിക്കും അറിയാം. ഓക്കെ. അപ്പൊ കാര്യം ഡോക്ടർ ഞാൻ പണ്ട് ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു സമയത്ത് നിന്ന് ഒരുപാട് വ്യത്യാസം വന്നു. ഇപ്പൊ ഞാൻ MD ചെയ്തപ്പോ കണ്ടൊരു ഹൗസ് സർജൻസി സ്റ്റുഡൻസ് വെച്ചാൽ അവർ ജസ്റ്റ് കേസ് എഴുതുക, BP നോക്കുക. അതിനപ്പുറം ഒരു കേസിലേക്ക് നോക്കുന്നില്ല. കേസ് എൻറ്റർ ചെയ്യുക, BP നോക്കുകയാണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് അവർ ഇറങ്ങുമ്പോൾ അവര് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ് ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട് ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ അവസ്ഥ കണ്ടിട്ട്. മാത്രമല്ല വേറൊരു അപകടമുള്ള വരും വർഷങ്ങളിൽ പഠിക്കാൻ വിദ്യാർത്ഥികളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകാൻ 6 വർഷം ആരും പഠിക്കാൻ തയ്യാറാവില്ല. അത് നമ്മുടെ അധികാരികൾ സ്വപ്ന ലോകത്തിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പൊ ഇവരൊക്കെ ഇരിക്കുന്നത് എല്ലാ വർഷവും കോളേജിൽ വിദ്യാർത്ഥികൾ വരും, നമ്മളൊക്കെ ഡീനും പ്രൊഫസറും ഒക്കെ ആയിട്ട് ഇരിക്കുമെന്നാണ്. അധികം വൈകാതെ സൂര്യകിരീടങ്ങൾ വീണുടയും എന്നൊരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഡിഗ്രി കോളേജുകൾ പോലും 60% താഴെ കുട്ടികളെ പോകുള്ളൂ. MD കോഴ്സിൽ ഓൾ ഇന്ത്യ ലെവൽ 9,000 സീറ്റ് ഒഴിഞ്ഞിടക്കുകയാണ് അലോപ്പതി MDയിൽ. മുമ്പ് കോടികളെടുത്ത് വാങ്ങിയ സീറ്റുകളാണ്. വിതിൻ 3 to 5 years ഇതെല്ലാം താഴെ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോഴ്സുകൾ റീസ്ട്രക്ചർ ചെയ്യണം, ഷോർട്ട് ടേം കോഴ്സുകൾ വേണം. അങ്ങനെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. ചിന്തിക്കാതെ സ്വപ്ന ലോകത്തിരിക്കുന്ന ബാലഭാസ്കരന്മാരുടെ കാര്യം ദുരന്തമായിരിക്കുന്നു ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ നമുക്കിപ്പോ കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യാം. യെസ്, അതെ. അപ്പൊ ഒരു മിനിറ്റ്, എല്ലാവർക്കും നന്ദി. ഇത്ര നാൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. മനോജ് ഡോക്ടറെ നന്ദി പറയൂ. ആ, എന്തായാലും വളരെ മനോഹരമായിരുന്നു. പറയാൻ നിവൃത്തിയില്ല. ഈ രോഗിയെ കണ്ടിട്ട് ദർശന സ്പർശന പ്രശ്നം എന്ന് പറയും. കണ്ടും തൊട്ടറിഞ്ഞും തന്നെയാണ് നല്ല രീതിയിൽ അവതരിപ്പിച്ചു. വളരെ ഭംഗിയായിരുന്നു. പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ അസോസിയേറ്റ് അയച്ചു കൊടുത്ത് അവർ അങ്ങനെയെങ്കിലും കാണണം പറയാലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടി എന്നാകിലും എന്ന് പറയും പോലെ ഈ ജ്ഞാനപാന പറയും പോലെ ഒരു അവസ്ഥയിലിരിക്കുകയാണ്. വളരെ മനോഹരമായിരുന്നു. ഇതിൽ പങ്കെടുത്ത ഡോക്ടർ രശ്മിക്കും മോഡറേറ്റർ ഡോക്ടർ അഞ്ജിതയ്ക്കും
പങ്കെടുത്ത എല്ലാവർക്കും IIFHന്റെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നാളെ ഇതേ സമയം വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭനിദ്ര.